ഗുഡ് ഈവനിങ് ഓൾ. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബാങ്കിങ് ആക്ടിനെ കുറിച്ചുള്ള നിയമ സംഹിതകളും അതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുമാണ് തോമസ് സാർ നമ്മളോട് സംസാരിക്കുന്നത്. തോമസ് സാറ് ഒരു ട്രെയിനറാണ്, അതേപോലെ തന്നെ ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി കൗൺസിലറാണ്. ഇതിനേക്കാളൊക്കെ ഉപരി ബാങ്കിൻ്റെ ഡെപ്യൂട്ടി മാനേജർ, സീനിയർ മാനേജർ പോസ്റ്റിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ്. സാർ ചങ്ങനാശ്ശേരി സ്വദേശിയാണ്. റിട്ടയർമെന്റിന് ശേഷവും ഇതുപോലുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വളരെ ഉത്സുകനാണ്. അതുകൊണ്ട് തന്നെ സാറിനെ നമുക്ക് വളരെ ആദരവോടെ ക്ഷണിക്കാം. യു ആർ വെൽക്കം സാർ. ഓക്കെ. സ്നേഹമുള്ള നമ്മുടെ മാറ്റിനി വെബിനാറിലെ എല്ലാ സുഹൃത്തുക്കളെയും, ഇതിൽ ബഹുഭൂരിപക്ഷവും നമ്മളെ ടോട്ട്സിൽ നല്ല പരിചയമുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പൊ അവരോട് വലിയ പ്രത്യേകമായിട്ടൊരു ഔദ്യോഗിക സ്വാഗതത്തിന്റെ ആവശ്യമില്ല. എന്നാലും ഞാൻ എല്ലാവരെയും സ്നേഹത്തോടെ ഞാൻ നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഇതിലേക്ക് മുന്നോട്ട് പോകുന്ന ഇത് ബാങ്കിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറെ ലോസിനെ സംബന്ധിച്ചുള്ള ഒരു ബാങ്കിന്റെ ഫംഗ്ഷന് വേണ്ടിയിട്ട്, പ്രോപ്പർ ഫംഗ്ഷന് വേണ്ടി കുറെ ലോസ് ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പൊ ആ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഈ നിയമം അല്ലെങ്കിൽ ലോസ് ആദ്യമായി ഉണ്ടായത് എവിടെയാണ്, ഏത് രാജ്യത്ത്, എവിടാണെന്ന് ഒന്ന് പറയാൻ കഴിയുക? ആരെങ്കിലും കേട്ടതോ, എങ്ങനെ അറിവിലോ എന്തെങ്കിലും? ആദ്യത്തെ നിയമമായിട്ട് പൊതുവെ പറയുന്നത്, അതിന് ഔദ്യോഗികമായിട്ടൊന്നുമില്ല, പക്ഷെ പൊതുവെ അംഗീകരിക്കപ്പെടുന്ന സ്കോളേഴ്സ് ഒക്കെ പറയുന്ന ഒന്നാണ് ബൈബിളാണ്. ബൈബിൾ. സാറ് പറഞ്ഞ വളരെ കറക്റ്റാണ്. ബൈബിളിൽ തന്നെയാണ്. ഇസ്രായേൽ ജനത്തിന് വേണ്ടിയാണ് ആദ്യം. അത് ദൈവം കൊടുത്ത ഒരു കൽപ്പന. ഏത് കൽപ്പനയാ സാറേ? സാവു സാർ, 10 കൽപ്പന, 10 കമാൻഡ്മെന്റ്സ്, 10 കൽപ്പനകള്. അതായത് അന്നത്തെ സമൂഹത്തിന് ഇടയിൽ ശരിക്ക് ഒരു നിയമമോ നീതിയോ ഒന്നുമില്ല, ഒരു മോറൽ വാല്യൂ ഇല്ല. അങ്ങനെയുള്ള ഒരു സമൂഹത്തിനെ ഒരു നല്ല രീതിയിൽ ജീവിക്കുവാൻ തക്കവണ്ണം, അവർ ദൈവത്തോടുള്ള സ്നേഹത്തിലും ജീവിക്കാൻ തക്കവണ്ണം ദൈവം ഒരു കൽപ്പന കൊടുക്കും. അതിനകത്ത് 10 നിയമങ്ങളാണ്. ആ നിയമങ്ങളിൽ 3 നിയമം ദൈവത്തെ പറ്റിയുള്ളത് തന്നെയാണ്. അതായത് നിന്റെ ദൈവമായ കർത്താവ് ഞാനാവുന്നു, ഞാനല്ല മറ്റൊരു ദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുത്. അതുപോലെ തന്നെ രണ്ടാമത്തെ, ദൈവത്തിന്റെ നാമം വൃഥാ ഉപയോഗിക്കരുത്. മൂന്നാമത്തെ, ദൈവത്തിന്റെ ദിനം, കർത്താവിന്റെ ദിനം പരിശുദ്ധമായി ആചരിക്കണം. അത് യഹൂദന്മാർ ഇന്നും ആചരിച്ചുകൊണ്ടിരിക്കുന്നു. ശാബത്ത് എന്ന് പറയുന്ന ദിവസമായിട്ട് അവരിന്നും ആചരിക്കുന്നു. ഈ 3 നിയമം ഇത് ദൈവമായിട്ട് ബന്ധപ്പെട്ടതാണ്. വേറെ 3 നിയമമുണ്ട്, 7 എണ്ണം. അത് മനുഷ്യരുടെ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി, സമൂഹത്തിന്റെ ഇതിനു വേണ്ടിയിട്ടുള്ള നിയമം. അതായത് മാതാപിതാക്കളെ ബഹുമാനിക്കണം, കൊല്ലരുത്, മോഷ്ടിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, കള്ളസാക്ഷ്യം പറയരുത്. അതുപോലെ തന്നെ പിന്നെ അങ്ങനെയുള്ള 10 നിയമങ്ങളാണ്. അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുത്. ഇതാണ് ഈ 10 നിയമം. ഇതാണ് ആദ്യമായി ഉണ്ടായ നിയമം എന്ന് അംഗീകരിക്കപ്പെടും. ഈ നിയമത്തെ സംബന്ധിച്ചോ, അല്ലെ നിയമത്തിന്റെ ചുവട് പിടിച്ചോ നമ്മുടെ ലോകത്തെ സംസ്കാരങ്ങൾ വളരുകയും സമൂഹം വളരുകയും ചെയ്തപ്പോൾ അവരുടെ നന്മയ്ക്കും അവരുടെ സാമൂഹ്യ ജീവിതത്തിനും അനുയോജ്യമായിട്ട് കൂടുതൽ നിയമങ്ങളുണ്ടായി. ആ നിയമങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം വന്നത് അന്ന് സാംസ്കാരിക കേന്ദ്രങ്ങൾ വളർന്നു വന്ന ഗ്രീസ്, ഏതൻസ്, അതുപോലെ ഈജിപ്തിലെ അലക്സാണ്ട്രിയ, റോം, ഇങ്ങനെയൊക്കെയുള്ള കേന്ദ്രങ്ങളോടനുബന്ധിച്ചാണ് കൂടുതൽ നിയമങ്ങളെല്ലാം ആദ്യം ഉണ്ടായത്. പിന്നീട് വന്ന് നമ്മുടെ ജനാധിപത്യ സംവിധാനം എല്ലാം വന്നപ്പോൾ എല്ലായിടത്തും ധാരാളം നിയമങ്ങളുണ്ടായി. പക്ഷെ ഇന്ന് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും നല്ല നിയമങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നത് ബ്രിട്ടനിലാണ്. അതുകൊണ്ടാണ് നമ്മുടെ നിയമപാലകർ എല്ലാം പല രാജ്യങ്ങളിലെ നിയമങ്ങൾ പഠിച്ചിട്ട് അവരേറ്റവും നല്ല നിയമമായിട്ട് നമ്മൾ ഫോളോ ചെയ്യാൻ തെരഞ്ഞെടുത്തതും ബ്രിട്ടീഷ് നിയമങ്ങൾ തന്നെയായിരുന്നു. ഈ ബ്രിട്ടീഷ് നിയമം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തന്നെ ബ്രിട്ടൻ നമുക്ക് വേണ്ടി ഇവിടെ അനേകം നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നിയമങ്ങൾ നമ്മൾ പലതും അതുപോലെ ഇങ്ങോട്ട് എടുക്കുക ചെയ്തു. കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്താതെ ഇന്നും
അതിൽ പലതും മാറ്റങ്ങളില്ലാതെ നിലനിൽക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇവിടെ നിയമങ്ങൾ. ഇന്നലെ നമ്മൾ കേട്ട ഒരു നിയമം അതല്ലേ സർ? ഇന്നലെ നമ്മൾ കേട്ട ഒരു സല്യൂട്ടിന്റെ നിയമമൊക്കെ അത് തന്നെയാണ്. ഇതെല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മുടെ നിയമവ്യവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫെഡറൽ സെറ്റപ്പാണ്. കേന്ദ്ര നിയമമുണ്ട്, സംസ്ഥാനങ്ങളുടെ നിയമമുണ്ട്, രണ്ടുപേർക്കും ഉണ്ടാക്കാവുന്ന നിയമമുണ്ട്. ഇത് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകരുത്, അത്രയോ കാര്യമുള്ളൂ. ഇവരെല്ലാം നിയമം ഉണ്ടാക്കുന്നു. പക്ഷെ ഈ 5 തല ഭരണമാണ് നമുക്കുള്ള. ഇങ്ങനെ താഴേക്ക് വന്നാൽ ജില്ലാ തലമുണ്ട്, പിന്നെ ബ്ലോക്ക് തലമുണ്ട്, പഞ്ചായത്ത് തലമുണ്ട്. അവർക്ക് നിയമം ഉണ്ടാക്കാൻ അധികാരം ഇല്ലെങ്കിൽ പോലും റൂൾസ് അവർക്ക് വേണ്ടിയിട്ടുണ്ടാക്കാം. അപ്പൊ ഈ രീതിയിലുള്ള ഒരു നിയമ സംവിധാനമാണ് നമുക്കുള്ളത്. ഞാൻ എൻ്റെ ടോപ്പിക്സിന് ബാങ്കിങ് ആക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ പേരിൽ ഒരു ആക്റ്റും ഇല്ല. ബാങ്കിങ്ങിനായിട്ട് കാര്യമായ ആക്ടുകളൊന്നുമില്ല. ബാങ്കിങ് ആക്ട്സ് എന്ന് പറഞ്ഞ പേരില്ല. പക്ഷേ ബാങ്ക് ആപ്ലിക്കബിൾ ആക്കുന്ന അനേകം നിയമങ്ങളുണ്ട്. അപ്പൊ ആ നിയമങ്ങളെ പറ്റിയാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ PPT നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടു കൂടി ഒന്ന് ഷെയർ ചെയ്യുകയാണ്. കാണാമല്ലോ അല്ലേ സാറേ? ഹലോ, വെൽക്കം. ഓക്കെ. അപ്പോൾ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് പോകാം. നമ്മുടെ ടോപ്പിക് ബാങ്കിങ് ആക്ട്സ്. ഓക്കെ. അപ്പൊ ഞാൻ ആദ്യം പറയാൻ പോകുന്ന ആക്ടിന്റെ പേരാണ്, അതായത് ഇതിനകത്ത് പറയുന്ന ആദ്യത്തെ 3 ആക്ട് ശരിക്കും ബാങ്കുകൾക്ക് വേണ്ടി തന്നെ മെയിൻ ആയിട്ടുള്ള ആക്ട് തന്നെയാണ്. ആ ആക്ടിൽ ഒന്നിന്റെ പേരാണ് ഇത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. ഇത് 1949 ഉണ്ടായ ആക്ടാണ്. ഇത് ആദ്യം ആ പേരായിരുന്നില്ല. ആദ്യം ഇതിന്റെ പേര് ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്നായിരുന്നു. ബാങ്കിങ് കമ്പനീസ് ആക്ട്. ഈ ആക്ടിനെ മാർച്ച് 1966 ഒന്ന് റീനെയിം ചെയ്തു. അങ്ങനെയാണ് ഇത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്നത്. 49 ഉണ്ടായത് ബാങ്കിങ് കമ്പനീസ് ആക്ട് ആണ്. ഇത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. ഈ ആക്ടാണ് ഇവിടെ ബാങ്കുകളുടെ ഫങ്ഷനിങ്ങിനെ എല്ലാം സംബന്ധിച്ച നിയമങ്ങൾ തരുന്ന ഒരു പ്രധാന ആക്ടാണ് ദിസ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. ഇത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റും എക്സെപ്റ്റ് ജമ്മു കാശ്മീരിന് വേണ്ടിയിട്ടാണ് ആദ്യം ഉണ്ടാക്കിയത്. അത് 1956 ജമ്മു കാശ്മീരിനും കൂടെ ആപ്ലിക്കബിൾ ആക്കിയത്. ഇത് ആദ്യം ഉണ്ടായത് ബാങ്കിങ് കമ്പനീസിന് വേണ്ടി മാത്രമാണ്. നമ്മുടെ കോപ്പറേറ്റീവ് സെക്ടറിലുള്ള ഒരു ബാങ്കുകൾക്കും ഇത് ബാധകമല്ലായിരുന്നു. 1965 ഇതിനകത്ത് കോപ്പറേറ്റീവ് ബാങ്കിനെയും കൂടെ ഇതിനകത്ത് കൊണ്ടുവരും. അതുകൊണ്ട് കോപ്പറേറ്റീവ് ബാങ്ക് ആദ്യമൊക്കെ വേറെ ഇതിലൊന്നും ബന്ധപ്പെട്ട ഒരു ഇതല്ലാതെ അവർക്ക് അവരുടേതായ രീതിയിൽ കാര്യങ്ങൾ നടത്താവുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് അവർ ആദ്യം കൊണ്ടുനടന്നത്. അവർക്ക് ഇഷ്ടമുള്ള ഇൻട്രസ്റ്റ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും അവരുടേതായതായി. അതൊരു മാറ്റം വന്നുകൊണ്ട് കോപ്പറേറ്റീവ് ബാങ്കിനെയും കൂടെ ബാങ്കിങ് റൂളിനകത്ത് കൊണ്ടുവന്ന ആക്ടാണ്. ഇതിനകത്ത് ഈ ആക്ടിൽ വന്ന ഒരു മോഡിഫിക്കേഷൻ ആയിരുന്നു 1965. അതിനുശേഷം തന്നെ ഈ കോപ്പറേറ്റീവ് ബാങ്ക് എല്ലാം കൂടെ 2020 ഇത് വീണ്ടും അമെൻഡ് ചെയ്തുകൊണ്ട് കോപ്പറേറ്റീവ് ബാങ്ക് റിസർവ് ബാങ്കിന്റെ സൂപ്പർവിഷനകത്താക്കി. മുമ്പ് റിസർവ് ബാങ്കിന് കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഫംഗ്ഷൻ സൂപ്പർവൈസ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനുള്ള അധികാരമില്ലായിരുന്നു. ഇപ്പോൾ അതുമുണ്ട്. അതുകൊണ്ടാണ് അവർ ഇപ്പോൾ ഇൻട്രസ്റ്റ് എല്ലാം കുറച്ചുകൊണ്ട് ഇൻട്രസ്റ്റിന്റെ എല്ലാം ഫണ്ട് മാനേജ്മെന്റിൽ വളരെയധികം കൂടുതൽ ശ്രദ്ധ ഇപ്പോൾ ചെലുത്താനായിട്ടുള്ള ഒരു പ്രധാന കാര്യം. ഈ ബാങ്കുകൾ സ്വീകരിക്കുന്ന എല്ലാ നിക്ഷേപങ്ങൾക്കും നോമിനേഷൻ സ്വീകരിക്കുന്നതും ഈ ആക്ടിന്റെ പ്രൊവിഷൻ പ്രകാരം ഇത് പെർമിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഡെപ്പോസിറ്റുകൾക്കെല്ലാം നോമിനേഷൻ സ്വീകരിച്ചുകൊണ്ട്
ആ ഡെപ്പോസിറ്റർ മരിച്ചു കഴിഞ്ഞാൽ അത് നോമിനിക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു സംവിധാനം ഈ ആക്റ്റാണ് ഇതിനു വേണ്ടിയിട്ട് ഒരുക്കിയത്. പിന്നെ ഈ ആക്ട് പ്രകാരം റിസർവ് ബാങ്കിന് ഒരുപാട് പവറുകൾ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ് ബാങ്കുകൾക്കെല്ലാം ലൈസൻസ് കൊടുക്കാൻ റിസർവ് ബാങ്കിന് അധികാരം കിട്ടി. റിസർവ് ബാങ്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ബാങ്കുകൾക്ക് ഫംഗ്ഷൻ ചെയ്യാവൂ. അതുപോലെ തന്നെ ബാങ്കിങ് ഷെയർ ഹോൾഡേഴ്സിന് അവർക്ക് ഇതിന്മേലുള്ള വോട്ടിംഗ് റൈറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാനുള്ള അധികാരം കൊടുത്തു ഈ ആക്ട് പ്രകാരം. ബാങ്കിന്റെ മാനേജ്മെന്റിനെ അപ്പോയിന്റ് ചെയ്യാനും അവരെ കൺട്രോൾ ചെയ്യാനുമായിട്ടുള്ള ഇത് കൊടുത്തു ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ടാണ്. പിന്നെ ബാങ്കിന്റെ ഓപ്പറേഷൻ ചില റെഗുലേഷൻ അകത്ത് തന്നെ പോകണമെന്നുള്ള കൺട്രോൾ അല്ലെങ്കിൽ നിയന്ത്രണം കൊണ്ടുവന്നു, നിയമം കൊണ്ടുവന്നതും ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം. അതുപോലെ തന്നെ ബാങ്കുകൾ ഇത് ഓഡിറ്റ് ചെയ്യണമെന്നുള്ള നിയമം കൊണ്ടുവന്നതും ഇതിനകത്ത് തന്നെയാണ്. പിന്നെ മൊറട്ടോറിയം കൊടുക്കുക എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ച്, അതുപോലെ തന്നെ ബാങ്കുകൾക്ക് എന്തെങ്കിലും ക്ഷീണം ഉണ്ടാകുകയാണെങ്കിൽ അവരെ തമ്മിൽ മെർജ് ചെയ്യുക, അല്ലെങ്കിൽ ബാങ്കുകൾ പൊളിഞ്ഞു പോവുകയാണെങ്കിൽ അതിനെ ലിക്വിഡേറ്റ് ചെയ്ത് അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് പൈസ കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബാങ്കിൽ നടപ്പാക്കി ഈ ആക്ട് പ്രകാരം. ഇതാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. ഇത് തീർച്ചയായിട്ടും ബാങ്കുകളെ കൺട്രോൾ ചെയ്യാൻ തക്കവണ്ണം നമ്മുടെ നിയമ സംവിധാനത്തിലൂടെ കൊണ്ടുവന്ന നിയന്ത്രണങ്ങളും കൺട്രോളും ഉണ്ടാക്കുക ആക്റ്റാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. അപ്പോൾ ആ ആക്ടിനെ പറ്റി ആണ് അത്രയും ഞാനിപ്പോൾ പറയുന്നത്. പ്രധാനമായിട്ട് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും ഈ ആക്ടുകളുടെ പ്രധാന ഫങ്ഷൻ എന്താണ് എന്നുള്ളതിനെ പറ്റി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇനി രണ്ടാമത് ഒരു ആക്ടാണ് ബാങ്കുകളോട് വരുമ്പോൾ ഒരു ബാങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കും ഇത് ഷെഡ്യൂൾഡ് ബാങ്ക് ആണോ എന്ന് നമ്മൾ പൊതുവെ പറയാം. അപ്പോൾ ഈ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഈ റിസർവ് ബാങ്കിന്റെ സെക്കൻഡ് ഷെഡ്യൂൾ, ഈ ആക്ടിന്റെ സെക്കൻഡ് ഷെഡ്യൂൾ പ്രകാരമാണ് ഇങ്ങനെ ഒരു സെക്കൻഡ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ വന്നത്. അതിന് വെച്ചിരിക്കുന്ന കണ്ടീഷൻ ഇവരുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലാണ്. അന്നുണ്ടായിരുന്ന കണ്ടീഷൻ 5 ലക്ഷം മാത്രം. അപ്പോൾ ഇത് ഈ ആക്ട്, ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ഇങ്ങനെ ഈ ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഉണ്ടായിട്ടുള്ളത്. അത് ഈ ആക്ടിന്റെ ഷെഡ്യൂൾ പ്രകാരം. അതുപോലെ തന്നെ ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 17 സെക്ഷൻ പ്രകാരമാണ് റിസർവ് ബാങ്കിന് നേരിട്ട് ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ തക്കമുള്ള അധികാരം കൊടുത്തത്. റിസർവ് ബാങ്കിന് വേണമെങ്കിൽ ഡെപ്പോസിറ്റ് നേരിട്ട് സ്വീകരിക്കാം. അതിനുള്ള അധികാരം കൊടുത്തതും ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട്. ഇതുകൂടാതെ വലിയ പവർ റിസർവ് ബാങ്കിന് ഈ ആക്ട് കൊടുത്തിട്ടുണ്ട്. അതായത് കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്നും ചെക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ച് പർച്ചേസ് ചെയ്യുക, അങ്ങനെ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ഫണ്ട് കൊടുക്കുക. അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ അവർ ഫോറിൻ എക്സ്ചേഞ്ച് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് ഫണ്ട് കൂടുതൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മേടിക്കുക. അവർക്ക് ഫോറിൻ എക്സ്ചേഞ്ചിന് ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ ഈ ഫോറിൻ എക്സ്ചേഞ്ച് അവർക്ക് കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള പവറും കൊടുത്തത് ഈ ആക്ടാണ്. അതുപോലെ തന്നെ ഈ ആക്ട് പ്രകാരം ബാങ്കുകൾക്ക്, റിസർവ് ബാങ്കിന് സെൻട്രൽ ഗവൺമെന്റിനോ സ്റ്റേറ്റ് ഗവൺമെന്റിനോ വായ്പ കൊടുക്കാൻ പറ്റും. അവർക്ക് ആവശ്യങ്ങൾ വരുമ്പോൾ അവർ ഈ റിസർവ് ബാങ്കിൽ നിന്നും വായ്പ എടുക്കും. അതിനുള്ള അധികാരം കിട്ടിയത് ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം. പിന്നീട് ഗവൺമെന്റിന്റെ സെക്യൂരിറ്റി വിറ്റ് കാശുണ്ടാക്കാനായിട്ടുള്ള അധികാരം റിസർവ് ബാങ്കിനുണ്ട്. അത് കൊടുത്തതും ഈ ആക്ട് പ്രകാരം. പിന്നെ അതുപോലെ തന്നെ റിസർവ് ബാങ്കിന് ബാങ്കുകളിൽ നിന്ന് ഡെപ്പോസിറ്റ് കളക്ട് ചെയ്യും. അതുപോലെ തന്നെ ബാങ്കുകൾക്ക് വായ്പ കൊടുക്കാൻ അതിനുള്ള അവർ കൊടുക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതിന് പറയുന്ന പേരാണ് റെപ്പോ റേറ്റ് അഥവാ റിവേഴ്സ് റെപ്പോ റേറ്റ്. അതായത് റിസർവ് ബാങ്ക് ബാങ്കുകൾക്ക് വായ്പ കൊടുത്തു കഴിഞ്ഞാൽ അതിന് റിസർവ് ബാങ്ക് മേടിക്കുന്ന റേറ്റ് ആണ് റെപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ
ഇവര് സർപ്ലസ് ഫണ്ട് ഉണ്ടെങ്കിൽ ബാങ്കിൽ റിസർവ് ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് കൊടുക്കുന്ന റേറ്റാണ് റിവേഴ്സ്. ഈ രണ്ട് റേറ്റുകൾക്കും ബാങ്കുകൾ പബ്ലിക്കിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിന് നിയന്ത്രിക്കുന്ന രണ്ട് റേറ്റായി മാറിയിട്ടുണ്ട്, റെപ്പോ റേറ്റും റിവേഴ്സ് റേറ്റും. അപ്പൊ ഇങ്ങനെയുള്ള റേറ്റ് ഫിക്സ് ചെയ്തുകൊണ്ട് ഇവരിൽ നിന്നും പണം വാങ്ങിക്കാനും കൊടുക്കാനും ഉള്ള അധികാരം റിസർവ് ബാങ്കിന് കിട്ടിയത് ഈ ആക്ട് പ്രകാരമാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട്. അതുപോലെ തന്നെ സെക്ഷൻ 18 പറയുന്നുണ്ട് ബാങ്കുകൾക്ക് അത്യന്താപേക്ഷിത ഘട്ടം വന്നു കഴിഞ്ഞാൽ എമർജൻസി ലോൺ കൊടുക്കും. അവർക്ക് എന്തെങ്കിലും ഫണ്ടിന് ഷോർട്ടേജ് വരികയോ അതുപോലെ തന്നെ അവരുടെ ആരെങ്കിലും ഡെപ്പോസിറ്റേഴ്സ് ഫണ്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാൻ ഫണ്ടില്ലാത്തൊരവസ്ഥ വന്നാൽ എമർജൻസി ലോൺ കൊടുക്കാനുള്ള അധികാരം കൊടുത്തത് ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം. മറ്റൊന്നാണ് നമ്മൾ കൊണ്ടു നടക്കുന്ന നോട്ടുകൾ. ഈ നോട്ടുകൾക്ക് ഒരു ലീഗൽ ടെൻഡർ ക്യാരക്ടർ കൊടുത്തു, അല്ലെങ്കിൽ ഇത് വെറും ഒരു പേപ്പർ മാത്രം, ഒരു പേപ്പർ കൊടുക്കുന്ന ഒരു നല്ല അധികാരമുള്ള ഒരു നോട്ടാക്കി ഇതിനെ മാറ്റാൻ തക്കമുള്ള അധികാരം കൊടുത്തതും ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം. അതിന്റെ സെക്ഷൻ 26 പ്രകാരം ഗവൺമെന്റ് ഇവർക്ക് കൊടുത്ത അധികാരമാണ്, റിസർവ് ബാങ്കിന്റെ അധികാരമാണ് നോട്ട് പ്രിന്റ് ചെയ്യാനും അതിലൊപ്പിട്ട് ജനങ്ങളുടെ കൈമാറ്റത്തിനുള്ള ഒരു മീഡിയമാക്കി അതിനെ മാറ്റാനുമുള്ള അധികാരം വന്നതും ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം. പിന്നീട് 42-ാം വകുപ്പ് പ്രകാരം പിന്നീട് അഡീഷണൽ ആയിട്ട് വന്ന ഒരു ക്ലോസ് ആണ്. അതായത് കൊമേഴ്സ്യൽ ബാങ്കുകൾ എല്ലാം അവരുടെ മേൽ റിസർവ് ബാങ്കിന് ഒരു കൺട്രോൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവരുടെ ഡെപ്പോസിറ്റിന്റെ ഒരു പെർസെൻറ്റേജ് ബാങ്കിൽ കൊണ്ട് റിസർവ് ബാങ്കിൽ കൊണ്ട് സൂക്ഷിക്കണം എന്നുള്ള ഒരു കണ്ടീഷൻ കൊണ്ടുവന്നതും ഈ ആക്ട് പ്രകാരം. അതുകൊണ്ട് എല്ലാ ബാങ്കുകളും റിസർവ് ബാങ്കിൽ അവരുടെ ടോട്ടൽ ഡെപ്പോസിറ്റിന്റെ അതുപോലെ അഡ്വാൻസിന്റെ തമ്മിലുള്ള നെറ്റിന്റെ ഒരു പെർസെൻറ്റേജ് റിസർവ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് ഇവരുടെ ഒരു സെക്യൂരിറ്റി കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. റിസർവ് ബാങ്ക് കൊമേഴ്സ്യൽ ബാങ്കിന് ഒരു കൺട്രോള് ഉണ്ടെന്നതും ഈ ആക്ട് പ്രകാരം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിനെ പറ്റി. നമ്മുടെ കേന്ദ്ര ബാങ്കിന് ഇത്രയധികം അധികാരം വന്നത്, അധികാരം കിട്ടിയത് ഈ ആക്ട് പ്രകാരമാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934. ഓക്കെ, ഇനി ബാങ്കുകൾ ഹാൻഡിൽ ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ള ഒരു ആക്ടാണ്. ചോദിച്ചോളൂ സാറേ. ഈ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് ആണ്? റിസർവ് ബാങ്ക് ആണ് സാറേ, നമ്മുടെ സെൻട്രൽ ബാങ്ക്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ബ്രാഞ്ചസ് ഉണ്ട് പലയിടത്തും. അത് റിസർവ് ബാങ്കിന്റെ അത് പേര്, അത് ആ ബാങ്കിന്റെ പേരാ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ സാർ. പക്ഷേ നമ്മുടെ ടോട്ടൽ ഉള്ള സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് പറയാം, ഇങ്ങനെ പറയുന്നേ ഉള്ളൂ. അതിന്റെ പേരെങ്ങനെയല്ല സെൻട്രൽ ബാങ്ക്, പക്ഷെ അതിന്റെ പേര് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാ. പക്ഷെ നമ്മൾക്ക് പറയാം ഇത് നമ്മുടെ സെൻട്രൽ ബാങ്കാണ്, കേന്ദ്ര ബാങ്ക്. ഓക്കെ, ആ അർത്ഥത്തിലുള്ളതാണ് കേന്ദ്ര ബാങ്ക് എന്നുള്ളത്. സാറേ, ഇതിപ്പോ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ നിലവിൽ വന്നാണോ ഈ ആക്ട്? ഈ നമ്മളിപ്പോ പറഞ്ഞ ആക്ട് ഇല്ലേ 1935? അതിന് മുമ്പ് തന്നെ വന്നു സാറേ, ബ്രിട്ടീഷുകാരുടെ ഇതനുസരിച്ച്. ബ്രിട്ടീഷുകാർ നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പല ആക്ടുകളും നമ്മളിങ്ങനെ ഏറ്റെടുക്കുക ചെയ്ത് നമ്മുടെ. അതിന് ഇന്നും പലതിലും യാതൊരു മാറ്റവും വന്നിട്ടില്ല. ആ ആക്ടിനെ കൂടെ നമ്മൾ സ്വീകരിച്ചു. അങ്ങനെ പലതും വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്ന ഈ ആക്ട് അതെ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്, ദാറ്റ് ഇസ് 1881. അതും അവരുണ്ടാക്കിയ ആക്ട് തന്നെയാണ്. അതിനെ നമ്മൾ വലിയ കാര്യമായ വ്യത്യാസങ്ങളില്ലാതെ ഇന്നും തുറന്നു കൊണ്ടുപോകുന്ന ഒരു ആക്ടാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്. അവധിയൊക്കെ കൊടുക്കുക അല്ലെ? അവധിയൊക്കെ ഡിക്ലെയർ അത് തന്നെ അത് ഇതിനകത്ത് ഞാൻ വരുന്നുണ്ട്. ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് മെയിൻ ആയിട്ട് പറയുന്നത് പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്സ്, ഇതെല്ലാം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അതിനെ സംബന്ധിച്ചുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻ അടങ്ങിയിരിക്കുന്ന ഒരു ആക്ടാണ് ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്. അതായത് നെഗോഷിയേറ്റ് ചെയ്യാവുന്ന ഇൻസ്ട്രുമെന്റ്, ദാറ്റ് ഈസ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. ആ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്ന ആക്ടാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. അപ്പോൾ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് പേര് പറയാമോ? നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് പേര്? ചെക്ക് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. പ്രോമിസറി നോട്ട്,
അതെല്ലാം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റാ. എന്നാൽ ബാങ്കുകൾ തരുന്നതിൽ ഒരെണ്ണം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് അല്ല. അതേതാന്ന് പറയാമോ? നമ്മളൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് തന്നു കഴിഞ്ഞാൽ അവർ റെസിറ്റ് തരും, ഇല്ലേ? ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിറ്റ് തരികയും നമുക്ക് എല്ലാവർക്കും അവർ ഡെപ്പോസിറ്റ് ചെയ്ത് അവരുടെ ഡെപ്പോസിറ്റ് റെസിറ്റ് തരും, ഇല്ലേ? അത് നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ അല്ല സാറേ, അതിലങ്ങനെ പറയുന്നില്ലേ നോൺ നെഗോഷ്യബിൾ? അതൊരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് അല്ല സാർ. ഇറ്റ് ഈസ് എ നോൺ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. അപ്പൊ നെഗോഷ്യബിൾ ആയിട്ടുള്ള ഈ പ്രധാനപ്പെട്ട സാധനങ്ങൾ പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് ചെക്സ്, ഇവയാണ് പ്രധാനപ്പെട്ടത്. അതായത് നമുക്ക് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യാം. അതാണ് നെഗോഷ്യബിൾ എന്ന് പറയാം. അങ്ങനെ അതിന് വേണ്ട ഇൻസ്ട്രക്ഷൻ ഉള്ളതാണ്. ഇപ്പൊ നമ്മളൊരു ചെക്ക് എഴുതി കഴിഞ്ഞാൽ, ഇപ്പൊ എന്റെ പേരില്ല തോമസ് വി ജെ എന്ന് എഴുതിയൊരു ചെക്കാന്ന് വിചാരിച്ചാൽ, ജ്യോതികുമാർ സാറിന്റെ കയ്യിൽ ആ ചെക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് വേറൊരു ചെക്കാണെങ്കിൽ കൊണ്ട കൊടുത്താൽ സാറിന് കാശ് തരാം. ദാറ്റ് ഈസ് നെഗോഷ്യബിൾ ആണത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ചെക്ക് ഈസ് ബെയറർ. ആര് ബെയർ ചെയ്യുന്നോ അവൻ അതിന്മേൽ അധികാരമുണ്ട്. പക്ഷേ അതിന്റെ ബെയറർ സ്റ്റാറ്റസ് മാറിക്കഴിഞ്ഞാൽ സംഗതി മാറി. അതാണ് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ഈ ആക്ട് പ്രകാരം. അതിന്റെ ഒരുപാട് ഡീറ്റെയിൽസ് ഞാൻ പോകുന്നില്ല. അതാണ് ഇത്. ഇറ്റ് ക്യാൻ ബി എയ്തർ ഓർഡർ ചെക്ക് ഓർ ബെയറർ ചെക്ക്. ഓർഡർ എന്നതേ പറയുന്നില്ല, ബെയറർ ഓർ ബെയറർ എന്നാണ് പറയുന്നത്. ബെയറർ വെട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ഓട്ടോമാറ്റിക്കലി ബിക്കം ഓർഡർ. പിന്നെ അത് വേണമെങ്കിൽ അയാളുടെ അതോറിറ്റി വേണം, അതിന്റെ പ്രൂഫ് വേണ്ടി വരും. അത് ഓർഡർ ആയി കഴിഞ്ഞാൽ. പക്ഷെ ബെയറർ ആണെങ്കിൽ ഇതൊന്നും ആവശ്യം. പിന്നെ മറ്റൊന്നാണ് ഈ നോട്ടിനെ സംബന്ധിച്ചിടത്തോളം, അത് നമുക്ക് ഇതുപോലെ ഹാൻഡിൽ കൈമാറ്റം ചെയ്ത് കഴിഞ്ഞാൽ മാറാൻ പറ്റില്ല. അതിന് നമുക്ക് ചെക്കൽ എന്ത് ചെയ്യാൻ പറ്റും? ക്രോസിങ്. ചെക്കൽ ഒരു വര വരച്ചു കഴിഞ്ഞാൽ അതെന്താവും? 2 വര വരയ്ക്കും, പാരലൽ 2 വര. അപ്പൊ ആ ചെക്ക് എന്താണ്? അത് ക്രോസ് ചെക്ക് എന്ന് പറയും. ക്രോസ് ചെക്ക് ആവുമ്പോൾ ഇതുപോലെ നമുക്ക് കൗണ്ടർ വഴി ബെയറർ ആയിട്ടൊന്നും മാറാൻ പറ്റില്ല. ഇറ്റ് ക്യാൻ ബി പാസ്ഡ് ത്രൂ ദ ബെയറേഴ്സ് അക്കൗണ്ട് ഉള്ളി. അതൊരു ബാങ്കറുടെ വഴിയേ അത് മാറാൻ പറ്റും. അതാണ് ക്രോസിംഗ് എന്ന് പറയുന്നത്. ക്രോസിംഗിന് തന്നെ പല പല ടൈപ്പ് ക്രോസിങ്ങുകളുണ്ട്. അതെല്ലാം കവർ ചെയ്യുന്നത് ഈ ആക്ടാണ്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്. ഈ ആക്ടിൽ ഇതിനെല്ലാം വേണ്ട ക്ലോസുകളുണ്ട്. ആ ക്ലോസ് പ്രകാരമാണ് ഇതിന്റെ ഇങ്ങനെയുള്ള ഓപ്പറേഷനെല്ലാം നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ മുമ്പ് 1988 മുമ്പ് ആർക്ക് ഏത് ചെക്ക് എപ്പോൾ വേണേലും ഇഷ്യൂ ചെയ്യും. അവന് ഫണ്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു പ്രശ്നമില്ലായിരുന്നു. പക്ഷേ എന്നാലും അത് പ്രസന്റ് ചെയ്യുമ്പോൾ ഫണ്ട് ഇല്ലെങ്കിൽ ആ ചെക്ക് മടങ്ങിക്കഴിഞ്ഞാൽ അവൻ ഇത് ആരുടെ മടങ്ങിയോ അവന് കൊടുക്കാൻ ഇവൻ ബാധ്യസ്ഥനായിരുന്നു. ഇതിൽ പക്ഷെ ഇപ്പോൾ ഒരു മാറ്റം വന്നുകൊണ്ട് ഇപ്പോൾ ഫണ്ടില്ലാതെ ചെക്ക് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. ഫണ്ടില്ലാതെ ചെക്ക് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു ക്രിമിനൽ ഒഫൻസ് ആയതെന്ന്. അത് ഇതിന് ശേഷം വന്ന ഒരു ചേഞ്ചാണ്. അതായത് നമ്മൾ ഫണ്ടില്ലാതെ ചെക്ക് നമ്മൾ ഇഷ്യൂ ചെയ്യാൻ പാടില്ല. ഇഷ്യൂ ചെയ്തത് മടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്രിമിനൽ കേസ്. ആ ഒരു രീതിയിലേക്ക് ഒരു അഡീഷണൽ ഇത് കൊണ്ടുവന്നു. പിന്നെ ഇതുപോലെ തന്നെയാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് തന്നെയാണ്, ആക്ട് പ്രകാരം തന്നെയാണ് നമ്മുടെ ഡിജിറ്റൽ രൂപത്തിലുള്ള ചെക്കുകൾ. അതായത് നമ്മൾ ക്ലിയറിംഗ് ഹൗസ് വഴിയെല്ലാം ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, ചെക്ക് ട്രങ്കേഷൻ, ഇങ്ങനെയുള്ള ഇപ്പോഴത്തെ കമ്പ്യൂട്ടർ വന്ന സിസ്റ്റം വഴിയുള്ള പുതിയ പുതിയ പരിപാടികൾക്കെല്ലാം ഒരു പെർമിഷൻ കൊടുത്തത് ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിന്റെ ലേറ്റസ്റ്റ് ചേഞ്ച് വഴിയാണ്. അതോടൊപ്പം ഡിജിറ്റൽ ബാങ്കിങ് സംബന്ധിച്ചുള്ള നിയമങ്ങളൂടെ വന്നു. ഇത് രണ്ടും കൂടെ കൂടിക്കൊണ്ടാണ് ചെക്കിന് ഒരു ഇലക്ട്രോണിക് രൂപത്തിലുള്ള ഒരു ട്രാൻസാക്ഷന് വേണ്ടിയിട്ടുള്ള അധികാരം കിട്ടിയിട്ടുള്ളത് ഈ ആക്ട് പ്രകാരം തന്നെയാണ്. പിന്നെ സാബു സാർ പറഞ്ഞ പോലെ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അവധി പ്രഖ്യാപിക്കുന്നത് ആരാണ്? അവധി പ്രഖ്യാപിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണോ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണോ? സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റ് അല്ല സാർ.
ശരി. ബാങ്കുകൾക്ക് അവധി പ്രഖ്യാപിക്കുന്ന അതാത് സ്റ്റേറ്റ് ഗവൺമെന്റ്സ്. ബാങ്കുകൾക്ക് അവധി കൊടുക്കേണ്ട അതാത് സ്റ്റേറ്റ് ഗവൺമെന്റാണ്. കാരണം ഒരു സ്റ്റേറ്റിലുള്ള അവധിയല്ല ഈ സ്റ്റേറ്റിലുള്ള അവധി, മറ്റ് സ്റ്റേറ്റുകൾ അതുകൊണ്ടല്ല, അത് ഡെലിഗേറ്റ് ചെയ്ത് സ്റ്റേറ്റുകൾക്കാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റേറ്റുകൾ ഈ അവധി പ്രഖ്യാപിക്കുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിന്റെ പ്രൊവിഷൻ പ്രകാരം. അതാണ് പലപ്പോഴും പത്രത്തിൽ പെട്ടെന്ന് അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പറയും ഈ അവധി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരവും ബാധകമാണ് എന്ന് പറഞ്ഞാൽ മാത്രമേ അത് ബാങ്കുകൾക്ക് അവധിയാകുകയുള്ളൂ, അല്ലെങ്കിൽ ബാങ്കുകൾക്ക് ഇത് അവധിയാകുകയില്ല. അങ്ങനെയല്ലേ പീറ്റർ സാറേ? പീറ്റർ സാറേ? അതെ 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 അതെ. ബാങ്കിനെ പ്രത്യേക നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആയിട്ട് അനൗൺസ് ചെയ്തെങ്കിൽ അത് അവധിയാവും, അല്ലെങ്കിൽ ബാങ്കുകൾ അന്ന് പ്രവർത്തിക്കണം. ഇല്ലേ? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ അവധിയില്ല. അപ്പം പ്രവർത്തിക്കണം. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമാണ് ഈ അവധി. ഗവൺമെന്റ് ചെയ്യുമ്പോൾ നെഗോഷ്യബിൾ ആണെന്ന് പ്രത്യേകം ചോദിക്കാറുണ്ട്, പ്രത്യേകം അന്വേഷിക്കാറുണ്ട്. അതാണ് അത് ഈ ആക്ട് പ്രകാരം കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റിന് കൊടുത്തിരിക്കുന്ന ഒരു പ്രൊവിഷനിൽപ്പെട്ട ഒരു അധികാരം. ഓക്കെ, അപ്പം ഇതാണ് ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ഈ 3 കാര്യങ്ങൾ മെയിനായിട്ട് ബാങ്കുകളെ സംബന്ധിച്ചുണ്ടായ നിയമങ്ങളാണ്. ഇനി പറയുന്നതൊന്നും ബാങ്കുകൾ ആപ്ലിക്കബിൾ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ബാങ്കുമായിട്ട് കാര്യമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആക്ടുകളല്ല, പക്ഷെ അതിന്റെ പ്രൊവിഷൻസ് എല്ലാം ബാങ്കുകൾക്ക് ആപ്ലിക്കബിൾ ആണ്. അപ്പൊ ഈ 3 നിയമങ്ങളെ പറ്റി ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനൂടെ എന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യോ, അല്ലെങ്കിൽ എന്തെങ്കിലും സംശയമായിട്ടുണ്ടെങ്കിൽ ചോദിച്ചാൽ എനിക്കറിയാമെന്ന് പറയുകയും ചെയ്യാം. ഓക്കെ, ഈ 3 ആക്ട് മെയിനായിട്ട് ബാങ്കുകളെ നേരിട്ട് ബാധിക്കുന്ന 3 നിയമങ്ങളാണ്: ബാങ്കിങ് റെഗുലേഷൻ ആക്ട്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. അതില്ലെങ്കിൽ ഇനി ബാങ്കുകൾ ഉപയോഗിക്കുന്ന മറ്റ് ചില നിയമങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ഏതാണ്ട് 16ഓളം നിയമങ്ങളുണ്ട്. നമ്മുടെ സമയം അനുസരിച്ചുള്ള അത്രയും, ഞാൻ 16ഓളം സ്ലൈഡ് ഉണ്ട് ഇതിനകത്ത്, ആവുന്ന അത്രയിലേക്ക് പോകാം, അല്ലെങ്കിൽ നമുക്ക് പിന്നീട് നോക്കാം. ഓക്കെ, അടുത്തതാണ് ഇത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. ഇതും സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഒരു ആക്ടാണ്, 1872 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. ഈ ആക്ടിന്റെ റിലവൻസ് എന്താന്ന് പറയാൻ പറ്റും? ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് നമ്മളൊരു വ്യക്തിയായിട്ട് ചെയ്യുന്ന എല്ലാ എഗ്രിമെന്റുകൾ, കോൺട്രാക്റ്റുകളെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ഒരു ആക്ടാണ് ഈ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. ബാങ്കിൽ നിന്ന് ഒരാൾ ഒരു ലോൺ എടുക്കുന്നു. ലോൺ എടുക്കുമ്പോൾ അവരൊരു എഗ്രിമെന്റ് പേപ്പറിലെല്ലാം നമ്മളെ ഒപ്പിടിക്കും. ബാങ്കുകൾ ഈ എഗ്രിമെന്റ് എല്ലാം ഒപ്പിടിക്കുന്നത് ഈ ആക്ട് പ്രകാരമാണ്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. പക്ഷെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം ഒരാൾക്ക് ഒരു കരാറിൽ ഏർപ്പെടണമെങ്കിൽ അതിന് ചില കണ്ടീഷൻസ്. ഓക്കെ, നമുക്ക് അതിലേക്ക് that is, it is Indian contract means it is an agreement enforceable by law. അത് നമ്മൾ ചെയ്യുന്ന ഒരു എഗ്രിമെന്റ് അത് കോടതി വഴി നമുക്ക് എൻഫോഴ്സ് ചെയ്യാനുള്ള അധികാരം കൊടുത്ത ആക്ട് ആണ് ദിസ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. അപ്പൊ ഒരു കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എനി എഗ്രിമെന്റ് ദാറ്റ് ഈസ് എൻഫോഴ്സിബിൾ ബൈ, അതാണ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. പക്ഷേ ഈ കോൺട്രാക്ട് എൻഫോഴ്സിബിൾ ആകണമെങ്കിൽ, ആ കോൺട്രാക്ട് വാലിഡ് ആകണമെങ്കിൽ ഉള്ള കണ്ടീഷൻസ് എന്താണെന്ന് അതിനകത്ത് 3-4 കണ്ടീഷൻസ് പറയുന്നു. ഒന്ന്, ഫസ്റ്റ് കണ്ടീഷൻ ഇസ് ദ ഫ്രീ കൺസെൻസ് ഓഫ് ദി പാർട്ടീസ്. അതായത് പാർട്ടികൾ സ്വയം മനസ്സാലെ ചെയ്തതായിരിക്കണം. അവനെ ആരെങ്കിലും ആയുധം എടുത്ത് കാണിച്ചോ ഫോഴ്സ് ചെയ്യിപ്പിച്ചോ ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ആ കോൺട്രാക്ട് ഒരു വാലിഡ് കോൺട്രാക്ട് ആകില്ല. ഷുഡ് ബി ഫ്രീ കൺസെന്റ് ഓഫ് ദ പാർട്ടി ആയിട്ടായിരിക്കണം അയാൾ ഈ കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യുന്നത്. പിന്നെ അയാൾക്ക് കോൺട്രാക്ട് ചെയ്യാനുള്ള കോമ്പിറ്റന്റ് ആളായിരിക്കണം. കോമ്പിറ്റന്റ് ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാള് എന്തെങ്കിലും മൈനർ ആണെങ്കിൽ അയാൾക്ക് അത് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു വിദേശിയായിട്ടുള്ള ഒരാളാണെങ്കിൽ ഇവിടെ വന്ന് അത് ചെയ്യണമെങ്കിൽ അതിന് പ്രത്യേക ഇതുണ്ട്. അല്ലെങ്കിൽ ഒരാളെ നമ്മുടെ ബാധ്യത തീർത്ത് പണം ഇല്ലാണ്ട് പോയവനെ അവനൊരു നമ്മൾ പേര് പറയുമല്ലോ, അവൻ എന്നാ പ്രഖ്യാപിച്ച് പാപ്പരായി പോയ ഒരു മനുഷ്യനും, ആ പാപ്പരായി പോയ മനുഷ്യനും ഇതൊന്ന് ഈ ആക്ട് പ്രകാരം അവനെ ഈ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പം
ഫ്രീ കൺസെന്റ് ഓഫ് ദ പാർട്ടി ഉണ്ടാകണം. ഈ പാർട്ടി ഒരു കോൺട്രാക്ട് എൻ്റർ ചെയ്യാൻ കോമ്പറ്റന്റ് ആയിരിക്കണം. മൂന്നാമത്തെ, ഇതിനൊരു ലോഫുൾ കൺസിഡറേഷൻ ഉണ്ടാകണം. അതായത് ഇതിനൊരു പ്രതിഫലം ഉണ്ടാകണം, ഒരു കൺസിഡറേഷൻ ഉണ്ടാകും, ഒരു വാല്യൂ ഉണ്ടാകണം, ഒരു എഗ്രീഡ് വാല്യൂ ഉണ്ടാകണം. ഇന്ന തുകയ്ക്ക് ഞാൻ ഇന്നത് ചെയ്യുന്നു, അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാകണം. ഏസ് എ ലോഫുൾ കൺസിഡറേഷൻ. അല്ലാണ്ട് ലോഫുൾ അല്ലാത്തൊരു കൺസിഡറേഷൻ ആണെങ്കിൽ അതിന് ചെയ്യാൻ പറ്റില്ല. ഇത് ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇത് ഈ കോൺട്രാക്ട് ഏർപ്പെടുന്നത്. അതൊരു വാലിഡ് ആണ്. ഇല്ലീഗൽ നമുക്ക് പറയാം, എനിക്കിത് ഒരു പെണ്ണിനെ നീ കൊണ്ട് സംഘടിപ്പിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞ് നമ്മളൊരു കോൺട്രാക്ട് ധാരണ ഉണ്ടാക്കിക്കൊണ്ട് അതിന് ഞാൻ ഇത്ര രൂപ തരാം എന്നാ പറയണമെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ ലോഫുൾ ആക്ട്, ഇറ്റ് ഈസ് ഇല്ലീഗൽ. അപ്പൊ ഒരു കോൺട്രാക്ട് ആണ്, അത് നമുക്ക് പോയി എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഈ 4 കണ്ടീഷൻ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് ആകാൻ പറ്റൂ. ആ ഒരു കണ്ടീഷൻ ഉണ്ട്. അങ്ങനെയുള്ള ഒരു കോൺട്രാക്ട് നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അതിന് നടപ്പാക്കിയില്ലെങ്കിൽ അത് നടപ്പാക്കി കിട്ടാൻ തക്കവണ്ണം നമുക്ക് കോടതിയിൽ സമീപിക്കാൻ സാധിക്കും. അത് നമ്മൾ ഒരു കോടതി പോയിട്ട് ആ കോടതിയുടെ ഇതോടുകൂടെ നമുക്ക് അവനിൽ നിന്നും ആ പൈസ തിരിച്ചു പിടിക്കാനായിട്ടുള്ള കോർട്ട് ഓർഡർ നേടാനായിട്ടുള്ള അധികാരം നമുക്ക് ലഭ്യമാണ്. പക്ഷെ അത് നമുക്ക് നേരിട്ട് ചെയ്യാൻ പറ്റില്ല. അതിന് ഇത് എൻഫോഴ്സ് ചെയ്യാൻ കഴിവുള്ള കോടതിയിൽ പോയി വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട്. ഇതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ഏത് ബാങ്കുകൾക്കും ഈ ആക്ടിന്റെ പ്രൊവിഷൻ ഉപയോഗിക്കാനും അത് പ്രകാരം ഏത് വ്യക്തികളുമായിട്ട് ഇതുപോലുള്ള ഈ 4 കണ്ടീഷനോട് കൂടിയുള്ള ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനും അങ്ങനെ ആ കോൺട്രാക്റ്റിൽ അത് നടപ്പാക്കി കിട്ടാനുള്ള അധികാരം എടുക്കാനും ബാങ്കുകൾക്ക് സാധിക്കും. അതുകൊണ്ടാണ് ബാങ്കുകൾ ഒരു ലോൺ കൊടുക്കുമ്പോൾ അതൊരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി എന്ന് പറയും. ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയാ ബാങ്ക് ലോൺ തരുള്ളൂ. അല്ലാണ്ട് ചുമ്മാ ചെന്ന് ലോൺ തരാൻ പറഞ്ഞ അവർ തരും. അതിന് ഒരു പ്രത്യേക ഇതിന് വേണ്ടിയിട്ടായിരിക്കും, ഒരു പ്രത്യേക ലോബിൾ ഓബ്ജക്റ്റ്. അതുപോലെ തന്നെ അവിടെ ഒരു കൺസിഡറേഷൻ ഉണ്ട്, കാരണം അത് ഇത്ര രൂപയുടെ ആണെന്നൊരു വാല്യൂ. ഇങ്ങനെയുള്ള ബാങ്കുകൾ എൻ്റർ ചെയ്യുന്ന ഈ എല്ലാ എഗ്രിമെന്റുകളും ഈ കോൺട്രാക്റ്റുകളെല്ലാം ഈ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം ചെയ്യുന്നു. ഒരു വായ്പ കൊടുക്കുന്നു, ബാങ്കുകൾ കസ്റ്റമേഴ്സിന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നു, അത് ഈ കോൺട്രാക്ട് പ്രകാരം. ഞാൻ നിനക്ക് ഇത്ര രൂപയുടെ ഇൻട്രസ്റ്റ് തരും, ആ ഡെപ്പോസിറ്റ് അതിൻ്റെ വാല്യൂയോട് കൂടെ ഇത്ര രൂപ നിനക്ക് മച്യൂരിറ്റി വാല്യൂ തരും. ഈ കണ്ടീഷനെല്ലാം ഈ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ പ്രൊവിഷൻ പ്രകാരം. ഇനി അടുത്ത ഒരു ആക്റ്റാണ് ഈ കോൺട്രാക്റ്റ് ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒന്നാണ് മജോറിറ്റി ആക്ട് എന്ന് പറയുന്നത്. അതായത് പ്രായപൂർത്തിയായ ആളായിരിക്കും. ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യണമെങ്കിൽ അവൻ മേജർ ആയിരിക്കണം. മേജർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പോഴത്തെ റൂള് പ്രകാരം അവൻ ഇന്ത്യയിൽ വസിക്കുന്ന ആളായിരിക്കണം. അവന് 18 വയസ്സ് പൂർത്തിയായിരിക്കും. 18 വയസ്സ് പൂർത്തിയാകാത്ത ഒരാൾക്ക് ഒരു കോൺട്രാക്റ്റിൽ, വാലിഡ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല. ആ സ്പെഷ്യൽ കേസുകളിൽ അവന്റെ ബെനിഫിറ്റിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ പ്രൊവിഷൻ പ്രകാരം, പ്രത്യേകിച്ച് ബാങ്കുകൾക്ക് എഡ്യൂക്കേഷൻ ലോൺ കൊടുക്കുന്നുണ്ട്, മൈനർക്കും കൊടുക്കും. അത് അവരുടെ ബെനിഫിറ്റിന് വേണ്ടി സ്പെഷ്യൽ ഇതാണ്. പക്ഷെ അതിന് ആ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത് മൈനർക്ക് വേണ്ടിയിട്ട് മൈനറുടെ ഗാർഡിയനാണ് ഈ മൈനർക്ക് വേണ്ടി ആ പേപ്പറിൽ ഒപ്പിടുക. അതാണ് മൈനർക്ക് അതിൽ ഒപ്പിടാൻ പ്രൊവിഷൻ ഇല്ല. ഈ മൈനർ അവൻ മേജറായി കഴിയുമ്പോൾ ആ കോൺട്രാക്ട് ഏറ്റെടുക്കുമെന്നും ഞാൻ ഇത് ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞൊരു എഗ്രിമെന്റ് ബാങ്കിൽ പോയി ചെയ്ത് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇത് ടോട്ടൽ ആയിട്ട് ആ ലയബിലിറ്റി ഇവൻ മേജർ ആകുമ്പോൾ അവൻ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ മേജറിന് മാത്രമേ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെ ഈ മൈനർക്ക് വേണ്ടിയിട്ട്, ഒരു മൈനർക്ക് വേണ്ടിയിട്ട് ആരെൻട്രി ചെയ്യണം കോൺട്രാക്ട്, അതിൻ്റെ ഗാർഡിനെ അപ്പോയിന്റ് ചെയ്യുന്ന എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള നിയമങ്ങളും ഇതിനകത്ത് വരും. ഗാർഡിയനെ സംബന്ധിച്ചിടത്തോളം പേരൻസ് ഓട്ടോമാറ്റിക്കലി അവൻ്റെ ഗാർഡിയനാണ്. പക്ഷേ ഈ 2 പേരൻസ് മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ കോടതിക്ക് ഇതിൻ്റെ ഗാർഡിയനെ തീരുമാനിക്കാം. അല്ലെങ്കിൽ ഇവൻ 18 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് ഇവനെ ഒരു ഇതിന് എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഗാർഡിയൻ വേണമെങ്കിൽ അതും ഈ ആക്ട് പ്രകാരം വേണമെന്ന് വെച്ചാൽ കോടതിക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം.
ഈ പ്രൊവിഷൻസ് എല്ലാം ഉള്ള ഈ ആക്റ്റാണ് മജോറിറ്റി ആക്ട്. ഇതും ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഇങ്ങനെയുള്ള ഒരു എഗ്രിമെന്റ് എൻട്രി ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരാക്റ്റിൽപ്പെട്ട ഒരാക്റ്റാണ് ഈ മജോറിറ്റി ആക്ട്. ഈ മേജർ അയാൾക്ക് അതുകൊണ്ട് ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യാം. അതുകൊണ്ട് ബാങ്കുകൾ ഒരാൾക്ക് ഒരു വായ്പ കൊടുക്കുമ്പോൾ അവൻ മേജർ ആണോ എന്നുള്ള അവൻ എൻഷുർ ചെയ്യേണ്ട ആവശ്യം. ഒരു മൈനറെ കൊണ്ടൊരു പേപ്പറിൽ ഒപ്പിടിക്കാൻ തീർച്ചയായിട്ടും പാടില്ല. അങ്ങനെ അത് ഒപ്പിടിച്ചു പോയാൽ അത് ഇൻവാലിഡ് ആയിരിക്കും. അത് ഒരു കോടതിയിൽ പോലും ഇവന് നടപ്പാക്കാൻ പറ്റില്ല, ഈ ബാങ്കുകൾ നടപ്പാക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ആക്ടിന്റെ കഴിഞ്ഞു. അടുത്ത ഒരു ആക്ടാണ് ഇന്ത്യൻ കമ്പനീസ് ആക്ട്. ഇന്ത്യയിൽ ഫോം ചെയ്തിട്ടുള്ള എല്ലാ ബാങ്കുകളും ഈ ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരമാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഈ ആക്ട് ഇന്ത്യയിൽ ഉണ്ടായത് 1956. ഈ ആക്ടാണ് ഈ കമ്പനിയെ എങ്ങനെ രജിസ്റ്റർ ചെയ്യണം, ഈ കമ്പനിയിലുള്ള അതിൻ്റെ പ്രസിഡന്റ്, ഡയറക്ടേഴ്സ്, സെക്രട്ടറീസ്, ഇവരുടെ എല്ലാം അധികാരം എന്താണ്, ഇവർക്ക് എന്തെല്ലാം ജോലി ചെയ്യാം, എന്തെല്ലാം ചെയ്യാൻ പാടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഈ കമ്പനീസ് ആക്ട് പ്രകാരമാണ്. അതുപോലെ തന്നെ ഇവർക്ക് എത്ര ഷെയർ എടുക്കാം, അവർക്ക് എന്തെല്ലാം ആക്ടിവിറ്റി ചെയ്യാം, ഇതിൻ്റെ മെമ്പറോട് എഗ്രിമെന്റ് എങ്ങനെയാണ്, ഇതിൻ്റെ ഓബ്ജക്റ്റ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യുന്ന ഒരു ആക്റ്റാണ് കമ്പനീസ് ആക്ട്. ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളും ഈ കമ്പനീസ് ആക്ട് പ്രകാരം ഫോം ചെയ്തിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിന് ഇതിൻ്റെ ഫോർമുലേഷൻ എങ്ങനെയായിരിക്കണം, ഇതിൻ്റെ ഫിനാൻസ് എങ്ങനെയായിരിക്കണം, ഇതിൻ്റെ ഫങ്ഷനിങ് എങ്ങനെയായിരിക്കണം, വൈൻഡിങ് ഓഫ് എങ്ങനെ നടത്താം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള നിർദ്ദേശം കൊടുക്കാനുള്ള അധികാരമുള്ളതും ഈ ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരമാണ്. ഈ കമ്പനീസ് ആക്ടിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ളവരുടെ ആൾക്കാരുടെ ഇൻട്രസ്റ്റ് എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുക. ആരെങ്കിലും ഇവരുടെ ഷെയർ ഹോൾഡറായിട്ട് ഇതിൽ ഷെയർ മുടക്കി കഴിഞ്ഞാൽ അവന് ചില റൈറ്റുകളുണ്ട്, ആ റൈറ്റ് എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിൻ്റെ പ്രൊവിഷൻസ് ഈ ആക്ടിലുണ്ട്. അടുത്തത്, ആരെങ്കിലും ഇവർക്ക് ഒരു വായ്പ കൊടുത്തു കഴിഞ്ഞാൽ അവരെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അതിനെ സംബന്ധിച്ചുള്ള ക്രെഡിറ്റേഴ്സിൻ്റെ റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് അതും ഇതിനകത്തുള്ളതാണ്. അതുപോലെ തന്നെ ഈ കമ്പനീസ് എല്ലാം ഇന്ത്യയിൽ ഒരു ഹെൽത്തി ലൈൻസിൽ ഇവരുടെ ബിസിനസ് ആണെങ്കിൽ പോലും അതിൻ്റെ ഒരു വാല്യൂ സൂക്ഷിക്കണം എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള റൂളുകളെല്ലാം ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒബ്ജക്റ്റ്, ഇവർക്ക് കമ്പനി തുടങ്ങിയ സമയത്ത് ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അത് അറ്റൈൻ ചെയ്യാൻ വേണ്ടി ഗവൺമെന്റിന്റെ പോളിസിക്ക് അകത്ത് നിന്നുകൊണ്ട് മാത്രമേ ഇവർക്ക് പ്രവർത്തിക്കാൻ പറ്റൂ. ആ കാര്യങ്ങൾ ഈ കമ്പനീസ് ആക്ടിൽ കൃത്യമായിട്ട് പറയും. ഈ കമ്പനീസ് ആക്ടും ബാങ്കിങ് റെഗുലേഷൻ ആക്ടും കൂടെ കൂടി യോജിപ്പിച്ചുകൊണ്ടാണ് ഈ ബാങ്കുകളെല്ലാം ഇതിൻ്റെ ഈ പ്രവർത്തനം ഇപ്പോൾ റെഗുലേറ്റ് ചെയ്തു. കമ്പനീസ് ആക്ടിൻ്റെ റൂള് പ്രകാരവും ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരവും കൂടെ ഉള്ള റൂള് പ്രകാരമാണ് ഇന്ത്യൻ ബാങ്ക്സ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെയാണ് പബ്ലിക്കിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കാനുള്ള അധികാരം കിട്ടിയിരിക്കുന്നത് ബാങ്കുകൾക്ക് കിട്ടിയിരിക്കുന്നത് ഇന്ത്യൻ കമ്പനീസ് ആക്ടിന്റെ 76 ക്ലോസ് പ്രകാരമാണ്. സെക്ഷൻ 76 അതിനുള്ള പെർമിഷൻ കൊടുത്തിരിക്കുന്നത്. പബ്ലിക്കിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കാം, പബ്ലിക്കിന് വായ്പ കൊടുക്കുകയും ചെയ്യാം. ഇതിനുള്ള അധികാരവും ഈ ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം ബാങ്കുകൾക്ക് കൊടുത്തിരിക്കുന്നതാണ്. അപ്പം ഇത് വളരെ ഒരു പ്രധാനപ്പെട്ട ആക്ടാണ്. ആ ആക്ട് പ്രകാരമാണ് ബാങ്കുകൾക്ക് അവരുടെ മെയിൻ ഫങ്ഷൻ എല്ലാം ചെയ്യാനുള്ള കുറെ അധികാരങ്ങൾ കിട്ടിയിരിക്കുന്നത് ഈ ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം. ഇനി മറ്റൊരു ആക്ടാണ് കള്ളപ്പണ നിരോധന ആക്ട്. ഇതൊരു പുതിയ ആക്ടാണ്. പണ്ട് ഈ ആക്ടിന് അത്ര വലിയ പ്രാധാന്യമില്ല. ഇപ്പൊ ഈ ആക്ടിന് ഏറ്റവും ഭയങ്കര പ്രാധാന്യം. ബാങ്കുകൾക്ക് ഇങ്ങനെയും കൂടെ ഒരു ഉത്തരവാദിത്വം, ബാങ്കിൽ വരുന്ന പണം അത് വെള്ളപ്പണമാണ് വെളുത്ത പണമാണോ ഒന്ന് എൻഷുർ ചെയ്യേണ്ട ആവശ്യം. ആരെങ്കിലും ഒരാള് അവൻ ഇത്രയും കൊണ്ടുവരാൻ അവന് യാതൊരു സോഴ്സും ഇല്ല എന്ന് ബാങ്കുകൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അവനിൽ നിന്നും ആ പണം സ്വീകരിക്കാൻ പാടില്ല. അല്ലെങ്കിൽ അവനിൽ നിന്നും ആ സോഴ്സ് കിട്ടിയ ശേഷം മാത്രം, അത്രയും വലിയൊരു തുകയാണെങ്കിൽ ഇവനിൽ നിന്ന് ഇവന് തരാൻ പറ്റില്ലാത്തൊരു തുകയാണ് എന്ന് ബാങ്കുകൾക്ക് സംശയമുണ്ടെങ്കിൽ
ആ തുക സ്വീകരിക്കാൻ പറ്റില്ല. അത് ഈ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ബാങ്കിൽ തരുന്ന പണം കള്ളപ്പണമല്ല, അത് അതിൻ്റെ സോഴ്സുള്ള നേർ പണമാണ് എന്നുള്ള കാര്യം ബാങ്കുകൾ എൻഷുർ ചെയ്യണം. അതിനുവേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആക്റ്റാണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്. ഇത് ഇന്ത്യ മുഴുവൻ ബാധകമാണ്. ഇന്ത്യക്ക് എല്ലായിടത്തും ഇൻക്ലൂഡിങ് ജമ്മു കാശ്മീർ ബാധകമായിട്ടുള്ള ഒരു ആക്റ്റാണ്. ഇത് 2002 കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്റ്റാണ്, മണി ലോണ്ടറിങ് ആക്ട്. ഇത് അതുപോലെ തന്നെ കള്ളപ്പണ ആണ് നമ്മുടെ ടെററിസ്റ്റ് ആക്ടിവിറ്റീസിന്റെ ഒരു പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് ഫണ്ട്. അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ വലിയ ഒരു ബിഷപ്പുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ഇത് കേൾക്കുന്നുണ്ട്. എല്ലാം അന്വേഷിക്കാൻ നർക്കോട്ടിക് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പം കുറെ കേട്ടതാണ്. അപ്പം ആ വിവാദങ്ങളെല്ലാം ഈ നർക്കോട്ടിക് ആക്ടിവിറ്റി ഈ മണി ലോണ്ടറിങ്ങിനും ഫണ്ട് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു വലിയ സോഴ്സ് ആയിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അതിന് തന്നെയാണ് ടെററിസ്റ്റിനുള്ള ഫിനാൻസിങ്ങിനുള്ള ഒരു പ്രധാനപ്പെട്ട സോഴ്സും കൂടെയാണ് ഈ നർക്കോട്ടിക്. കാരണം ഈ അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളാണ് ഇതിൻ്റെ ഒറിജിനേഷൻ കൂടുതൽ. അവിടെ നിന്നാണ് ഈ സാധനം ജനറേറ്റ് ചെയ്യുന്നത്, ഇതിൻ്റെ കൃഷി കൂടുതൽ നടക്കുന്നത് അവിടെയാണ് എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കൺട്രോൾ ചെയ്യാൻ ഈ ആക്ടിന് വളരെ പങ്കുണ്ട്. ബാങ്കുകൾക്കും ഇതിനകത്ത് അല്പം കണ്ണ് ആവശ്യമുണ്ട്. ഈ വരുന്ന പണം ഇത് കള്ളപ്പണം അല്ല എന്ന് എൻഷുർ ചെയ്യേണ്ട ഉത്തരവാദിത്വമുണ്ട്. അതിനു വേണ്ടിയിട്ട് ബാങ്കുകളും ഇത് അല്പം ശ്രദ്ധിക്കേണ്ട ഒരാക്റ്റാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് 2016 പ്രധാനമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തിയത് അല്ലേ? എന്താ? നോട്ട് നിരോധനം. അത് ഈ മണി ലോണ്ടറിങ്ങുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടതാണ്. അത് ക്യാഷ് വഴിയാണ് ഈ മണി ലോണ്ടറിങ് കൂടുതൽ നടക്കുന്നത്. അതുകൊണ്ട് ക്യാഷ് ട്രാൻസാക്ഷനിലാണ് ഇത് പ്രധാനപ്പെട്ട ഇത്. അതുപോലെ തന്നെ ബാങ്കുകളിൽ വലിയ തുക വരുന്ന, അതായത് 10 ലക്ഷത്തിൽ കൂടുതൽ ബാങ്കുകളിൽ തുക വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിപ്പോർട്ട് നേരെ ഇൻകം ടാക്സിലേക്ക് പോകുന്നതാണ്. ഇൻകം ടാക്സിലേക്ക് നേരിട്ട് പോയി കഴിഞ്ഞാൽ അവരത് സ്ക്രൂട്ടനൈസ് ചെയ്യുകയും ഈ പാർട്ടി അതിൻ്റെ സോഴ്സ് വെളിപ്പെടുത്തുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതായത് ഫണ്ട് ട്രാൻസ്ഫർ അല്ല, ക്യാഷ് ത്രൂ ക്യാഷ് വഴിയാണെങ്കിലാണ് കൂടുതൽ ഈ റിപ്പോർട്ട് ഇൻകം ടാക്സിലേക്ക് പോകും. ഇനി അടുത്ത ഒരു ആക്റ്റാണ് GST ആക്ട്. അതായത് ഇതും ബാങ്കുകൾക്ക് ബാധക. GST എങ്ങനെയാ ബാങ്കുകൾക്ക് ബാധക പറയാൻ പറ്റും? സർവീസ് ടാക്സ്. അത് തന്നെ. സർവീസ് ടാക്സുകൾക്കെല്ലാം ഒരു GST എടുക്കാൻ ബാധ്യസ്ഥരാണ്. എന്ത് സർവീസ് ടാക്സ് അതിനെല്ലാം ഒരു GST എടുക്കണം. അപ്പം GST എടുക്കാൻ വേണ്ടി എല്ലാ ബാങ്കുകളും എന്ത് ചെയ്യണം? അവർക്കൊരു GST രജിസ്ട്രേഷൻ. ഈ GST ആക്ട് വന്നത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സും അതുപോലെ തന്നെ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ഈ 2 ആക്ടും കൂടെ മെർജ് ചെയ്തിട്ടുണ്ടാക്കിയ ഒരു ആക്ടാണ് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട്, GST ആക്ട്. ഈ ആക്ട് ഏപ്രിൽ 2017 മുതൽ ഇന്ത്യയിൽ വന്നതാണ്. ഇതും ബാങ്കുകൾക്കൂടെ ബാധകമാണ്. ബാങ്ക് എന്ത് കാര്യം, ബാങ്കിന് ഒരു സർവീസ് ഇൻഡസ്ട്രിയാണ്. എന്ത് സർവീസ് ചെയ്താലും അതിന് ബാങ്കുകൾ സർവീസ് ടാക്സ് എടുക്കും. ആ സർവീസ് ടാക്സുകൾക്കെല്ലാം ഈ GST എടുക്കാനായിട്ട് ബാധ്യതയുണ്ട്. ഈ സർവീസ് ടാക്സ് ആദ്യമായിട്ട് ഏർപ്പെടുത്തിയത് UPA ഗവൺമെന്റിന്റെ കാലത്ത്, നമ്മുടെ ചിദംബരം മന്ത്രിയായിരുന്ന കാലത്താണ് ഈ സർവീസ് ടാക്സ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിന് ടാക്സ് തന്നെ കൊണ്ടുവന്നു, സർവീസ് ടാക്സ്. അതിനെ ഒന്ന് മോഡിഫൈ ചെയ്താണ് ഇവർ അത് GST കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ട് ബാങ്കുകൾ ഇതാണ്. ഇതുപോലെ തന്നെ ബാങ്കുകൾ അവരുടെ രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തുകൊണ്ട് അവർ എന്ത് സാധനം വാങ്ങിച്ചാലും ആ ബില്ലിൽ അവരുടെ രജിസ്ട്രേഷൻ നമ്പർ കൂടെ ചേർക്കണം എന്ന് അവർ ആവശ്യപ്പെടും. കാരണം അവർ ഈ കിട്ടിയ ടാക്സ് കൊടുക്കുന്നതിൽ നിന്നും അവർ ഈ ടാക്സ് ഏതിനെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതിന് റിക്കവറി ഈ ഗവൺമെന്റിൽ നിന്ന് ബാങ്കിന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ആ നമ്പർ വേണം എന്ന് ബാങ്ക് നിർബന്ധം പിടിക്കുന്നത്. ഓക്കെ. എല്ലാ കമ്മീഷൻ, ഏത് കമ്മീഷനാണേലും GST ഇല്ലാത്ത കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റയറായിട്ടുള്ള കമ്മീഷനാണ്. അതായത് നമ്മുടെ റൈറ്റ് ഓഫ് ചെയ്ത തുകയ്ക്ക് എന്നുള്ള പൈസ എന്തെങ്കിലും തിരിച്ചു കിട്ടിയാൽ, ഒരു ലോൺ റൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കിന്റെ ബുക്സിലില്ല.
അപ്പം അങ്ങനെയുള്ള ഒരാള് റൈറ്റ് ഓഫ് കഴിഞ്ഞുകൊണ്ട് പൈസ കൊണ്ട് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ബാങ്കിന്റെ കമ്മീഷനിലേക്കാണ്. അതിന് പക്ഷെ GST. അങ്ങനെയുള്ള അപൂർവം ചിലതിന് മാത്രമേ GST ഇല്ലാതെ, ബാക്കിയുള്ള എല്ലാത്തിനും GST എടുക്കുകയും അത് ബ്രാഞ്ചുകളല്ല, ബ്രാഞ്ചുകൾ അത് അവരുടെ കൺട്രോളിംഗ് ഓഫീസ് അല്ലെങ്കിൽ ഹെഡ് ഓഫീസിലേക്ക് അയച്ചുകൊണ്ട് അവിടുന്നാണ് ഈ GST ഗവൺമെന്റിന് ഇത് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ ഈ GST ആക്ട് തീർച്ചയായിട്ടും ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ആക്ട് തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തത് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആക്ട്, ഇൻകം ടാക്സ് ആക്ട്. ഇൻകം ടാക്സ് ആക്ട് ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു ആക്ടാണ്, ബാധകമായിട്ടുള്ള ഒരു ആക്ടാണ്. അത് ഇവരുടെ റിലവൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ഇൻകം ടാക്സ് ആക്ട് ഇന്ത്യയിൽ വന്നത് ആര് കൊണ്ടുവന്നതാണെന്ന് പറയാൻ പറ്റും? ആർക്കെങ്കിലും പറയാൻ പറ്റും? നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണോ ഇൻകം ടാക്സ് ആക്ട് വന്നത് ഇവിടെ? ബ്രിട്ടീഷുകാരായിരിക്കും. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ വന്ന ഒരു ആക്ടാണ് ഇൻകം ടാക്സ് ആക്ട്. സർ ജെയിംസ് വിൽസൺ ആണ് ഈ ആക്ട് നമുക്ക് ഇവിടെ ആദ്യമായിട്ട് കൊണ്ടുവന്നത്. അദ്ദേഹമായിരുന്നു ഇവിടുത്തെ പ്രീ ഇൻഡിപെൻഡൻസ് ഫിനാൻസ് മിനിസ്റ്റർ ജെയിംസ് വിൽസൺ. അദ്ദേഹം കൊണ്ടുവന്ന ആക്ടാണ്, 1860 കൊണ്ടുവന്ന ഒരു ആക്ടാണ് ഈ ഇൻകം ടാക്സ് ആക്ട്. അന്ന് അയാൾ ആക്ട് കൊണ്ടുവരാനായിട്ടൊരു പ്രധാന കാരണം, അതായത് നമുക്ക് ഒരു മ്യൂട്ടിനി ഉണ്ടായല്ലോ, ശിപ്പായി ലഹള. ആ ശിപ്പായി ലഹള ഉണ്ടായ കാലത്ത് ശിപ്പായി ലഹള വഴി ഗവൺമെന്റിന് ഒരുപാട് നഷ്ടമുണ്ട്. ആ നഷ്ടം നികത്താൻ എന്നുള്ള പേരിൽ അന്ന് കൊണ്ടുവന്ന ആക്ടാണ് ഇത് ഇന്ത്യൻ ഇൻകം ടാക്സ് ആക്ട്. അത് ഗവൺമെന്റിന് ഈ ശിപ്പായി ലഹള വഴി ഉണ്ടായ ലോസുകൾ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഇത് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. പക്ഷെ ഇന്ത്യയിൽ ഈ ആക്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം നിലവിൽ വന്ന 1961 1961 പാസ്സായെങ്കിലും 1962 1/4 മുതൽ ആ ഫിനാൻഷ്യൽ ഇയർ മുതലാണ് ഇതിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇത് ഞാൻ അതിൻ്റെ ഒറിജിനെ പറ്റി മാത്രമാണ് പറഞ്ഞത്. ഇത് ബാങ്കുകളുമായിട്ടുള്ള ഒരു റിലവൻസ് ആണ്. ഇതിലേക്ക് നമുക്ക് ഇനി അടുത്ത് പോകാം. അതായത് ബാങ്കുകൾ എല്ലാ കാര്യങ്ങൾക്കും ഇതിന് TDS പിടിക്കാനായിട്ട് ബാധ്യസ്ഥ. നമ്മൾ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണേ എന്ത് കൊടുക്കണം? ID പ്രൂഫ് വേണം. അത് മാത്രം മതിയോ? നമ്മൾ പാൻ കാർഡ് കൊടുക്കാൻ പറയും ഇല്ലേ? പാൻ കാർഡ് ഇല്ലാത്തവർ എന്ത് ചെയ്യാൻ പറ്റും? വോട്ടേഴ്സ് ID അഡ്രസ് പ്രൂഫാ സാർ, അല്ല ID പ്രൂഫ്. ഡിക്ലറേഷൻ കൊടുക്കണം. പാൻ കാർഡ് ഇല്ലാത്തവർ കൊടുക്കുന്ന ഒരു ഫോമാണ് ഫോം 60 എന്ന് പറയും. അത് വെച്ച് ഓപ്പൺ ചെയ്യാം. പാൻ കാർഡ് ഇല്ലെങ്കിൽ ഫോം 60 വെച്ച് ഓപ്പൺ ചെയ്യാം. ഫോം 60 കൂടെ വേറൊന്നുണ്ട്, ഫോം 61. അത് ആർക്കുള്ളതാന്ന് പറയാൻ പറ്റുമോ? ഫോം 61 എന്ന് പറഞ്ഞാൽ കൃഷിക്കാർക്കുണ്ടെങ്കിൽ കൃഷിക്കാർക്ക് ഫോം 61 ആണ് വേണ്ടത്. അല്ലാത്ത എല്ലാവർക്കും എടുക്കേണ്ട ഫോമാണ് ഫോം 60. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ പാൻ കാർഡ് ഒരു മസ്റ്റാണ്. എന്ന് മാത്രമല്ല 50,000 രൂപയിൽ കൂടുതൽ ക്യാഷ് അടയ്ക്കണമെങ്കിൽ, ക്യാഷായിട്ട് ആ അക്കൗണ്ടിൽ അടയ്ക്കണമെങ്കിൽ എന്ത് വേണം? പാൻ കാർഡ് വേണം. പാൻ കാർഡ് അല്ല, ഫോം 60 കൊടുത്തു വേണേലും നമുക്ക് അടയ്ക്കാവുന്നതാണ്. പക്ഷെ പലപ്പോഴും ബാങ്കുകൾ ഈ ഫോം 60 പലപ്പോഴും അവര് അങ്ങനെ പെർമിറ്റ് ചെയ്യാറില്ല, നിരുത്സാഹപ്പെടുത്തണം. വളരെ സ്പെഷ്യൽ കേസിൽ മാത്രമേ എടുക്കൂ. കാരണം ഈ ഫോം 60 എടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ സ്പെഷ്യലായിട്ട് ഇൻകം ടാക്സിന് ഇവർ അയച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിനകത്ത് ഇൻകം ടാക്സിന്റെ സ്ക്രൂട്ടിനി വരാവുന്നതാണ്. അതുകൊണ്ടാണ് ബാങ്കുകൾ പലപ്പോഴും അത് നിഷേധിക്കുന്നത്. ശരിക്കും ഫോം 60 വെച്ചും ക്യാഷ് അടയ്ക്കാവുന്നതാണ്. പക്ഷെ പാൻ കാർഡ് ഇല്ലെങ്കിൽ 50 വരെ മാത്രമേ നമുക്ക് അടയ്ക്കാൻ പറ്റൂ. സാറേ, അത് ഈ ഫോം 16 അടുത്ത കാലത്തല്ലേ? അല്ല, ഇത് വന്നിട്ട് ഒരുപാട് അതുവരെ മേടിച്ചോണ്ടിരുന്നല്ലോ. നമ്മള് 3 കോപ്പി വാങ്ങിക്കുകയും 1 ഇൻകം ടാക്സിന് അയച്ചു കൊടുക്കുകയും 1 നമ്മുടെ ഓഫീസിൽ സൂക്ഷിക്കുകയും 1 പാർട്ടിക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്തോണ്ടിരുന്നല്ലോ. അത് ഫോം 16 ആണോ മാഡം? ഫോം 16. ഫോം 63 എടുക്കാറില്ല. ആകെ ബാങ്കുകൾ ഒരെണ്ണം എടുക്കാറേ പൊതുവെ ചെയ്യാറുണ്ടായിരുന്നു. ഞങ്ങൾ എടുക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ 3 മേടിച്ചിട്ട് ഇങ്ങനെ ചെയ്യുമായിരുന്നു. ആണല്ലേ? അത് ഒത്തിരി കാലം അങ്ങനെ ചെയ്തോണ്ടിരുന്നു. ഈ അടുത്ത കാലത്താണ് അതിന് വലിയ പ്രാമുഖ്യം കൊടുക്കാതെ പാൻ കാർഡ് സ്വീകരിക്കുന്നത്. ഇപ്പൊ എല്ലാവരും പാൻ കാർഡ് ആണ് നിർബന്ധമായിട്ടും വാങ്ങിക്കുന്നത്. പക്ഷെ ഒരു നിർവാഹവും ഇല്ലാത്ത സാധുക്കളായ ആൾക്കാർക്ക് ഇങ്ങനെ വേണമെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അത് ചെയ്യാവുന്നതാണ്. ഓക്കെ സാറേ, ഫോം 61 എന്ന് പറഞ്ഞ ഒരു ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുക്കണാണോ പറയുന്നത്? അത് തന്നെ ഫോം 60 അത് തന്നെയാ സാറേ.
ഇത് 61 എന്ന് പറയാൻ 61 എന്ന് പറഞ്ഞാൽ കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള സ്പെഷ്യൽ ഫോമാണ്. അല്ല, അത് ഫോർമാറ്റ് ബാങ്കിൽ നിന്ന് വരും, നമ്മള് സൈൻ ചെയ്തു ഫിൽ ചെയ്തു. അത് തന്നെ. ഓക്കെ. പിന്നെ ഇൻകം ടാക്സ് ഇതിൽ നമുക്ക് കയറി വരുന്നത് ഒരു ഡെപ്പോസിറ്റ് ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം ടേം ഡെപ്പോസിറ്റ്. SB ഡെപ്പോസിറ്റിനും ഉണ്ട്, പക്ഷെ അതിന് TDS ബാങ്ക് നേരിട്ട് പിടിക്കാറില്ല. പക്ഷേ ടേം ഡെപ്പോസിറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു കൊല്ലം വരുന്ന ഇൻട്രസ്റ്റ് 40,000 രൂപയിൽ കൂടുതൽ വരികയാണെങ്കിൽ അതിന് ബാങ്കുകൾ TDS പിടിക്കാൻ ബാധ്യസ്ഥരാണ്. TDS പിടിക്കുന്ന 10% TDS പിടിച്ചിട്ട് മാത്രമേ ബാങ്കുകൾ ആ ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് നമുക്ക് തരികയുള്ളൂ. ഇത് പിടിക്കാതിരിക്കാനായിട്ട് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ആരെങ്കിലും ഓപ്ഷൻ നമ്മൾ കൊടുക്കാറുണ്ട്? 15G ആർക്കുള്ളതാ? 15G സാലറി ഉള്ളവർക്ക്, 15H അല്ലാത്ത സ്റ്റുഡൻസ്, 15G സ്റ്റുഡൻസിനും ആകാം. അങ്ങനെയല്ല മാഡം. 15G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനിയർ സിറ്റിസൺ അല്ലാത്ത എല്ലാവർക്കും എടുക്കുന്ന ഫോം 16. സീനിയർ സിറ്റിസൺ ആണ് 15H എടുക്കുന്നത്. H എടുക്കണം. ഇനി അക്കൗണ്ടിൽ പാൻ കാർഡ് ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിലോ ഈ 10% പകരം ഇറസ്പെക്റ്റീവ് ഓഫ് ദി എമൗണ്ട് 20% വെച്ച് കട്ട് ചെയ്യും. അതിന് ഈ 40,000 രൂപ എന്ന് പറഞ്ഞ കണ്ടീഷൻ ഇല്ല. 10 രൂപ വന്നാലും അതിന്റെ 20% കട്ട് ചെയ്യും. പാൻ കാർഡ് നമ്മുടെ കസ്റ്റമർ ID ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൊണ്ട് നിർബന്ധമായിട്ടും നമ്മുടെ പാൻ കാർഡ് ബാങ്കിൽ കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ എന്തെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് വരുന്നതിന്റെ 20% പോവുകയാണ്. ഇനി അടുത്ത് പറഞ്ഞ NREസിന് എത്ര പെർസെന്റാ കട്ട് ചെയ്യണമെന്നറിയോ? TDS ഇൻകം ടാക്സ്. മാഡത്തിന്റെ മകനൊക്കെ വെളിയിലുള്ളതല്ലേ, അറിയുണ്ടാവും. അത് ബാങ്ക് ചെയ്യാറുള്ളൂ സാറേ, ഞങ്ങൾ ചെയ്യാറില്ല. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. NREസിന് നോ അക്കൗണ്ട് ഇല്ലല്ലോ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല. NRE അക്കൗണ്ട് ഇല്ല, ട്രഷറിയിലില്ല. ട്രഷറിയില്ല. ശരി. ബാങ്കുകളിൽ അല്ല, ഞാൻ പറയും മോന്റെ കാര്യത്തായിട്ടാണ്. നിങ്ങൾ നേരിട്ട് മോൻ തന്നെ ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയില്ല. NRE ഡെപ്പോസിറ്റിന് നോ TDS. NRE ഡെപ്പോസിറ്റിന് ഒരു TDSും ഇല്ല. പക്ഷേ NREക്ക് ഇന്ത്യയിൽ നിന്ന് എന്തെങ്കിലും ഇൻകം വരുന്നുണ്ടെങ്കിൽ അത് NRO ആണ്, നോൺ റെസിഡന്റ് ഓർഡിനറി. അതിന് TDS ഉണ്ട്. അതിന്റെ TDS 30% പ്ലസ് സർചാർജ്, അതായത് 33%. NRO ഫുൾ ഫോം എന്താ? നോൺ റെസിഡന്റ് ഓർഡിനറി അക്കൗണ്ട്സ്. അതായത് ഒരു NRE ആയിട്ടുള്ള ഒരാള് വിദേശത്ത് 150 ദിവസത്തിൽ കൂടുതൽ സ്ഥിരമാക്കിയ ആളാണ് NRE. ആ NRE ഇന്ത്യയിൽ അയക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടെങ്കിൽ ആ വരുമാനം NRE അക്കൗണ്ടിൽ ഇടാൻ പറ്റില്ല. അത് ഇടണമെങ്കിൽ അവരൊരു അക്കൗണ്ട് എടുക്കണം. അതിന്റെ പേരാണ് നോൺ റെസിഡന്റ് ഓർഡിനറി. ഇങ്ങനെയുള്ള ഇന്ത്യയിലുള്ള എന്തെങ്കിലും ഫണ്ട് ഉണ്ടെങ്കിൽ അത് ഡെപ്പോസിറ്റ് ചെയ്താൽ അതിന് ഇൻട്രസ്റ്റ് കിട്ടും. ആ ഇൻട്രസ്റ്റിന് TDS ഉണ്ട്. ആ TDS 30. നെറ്റ് പോയോ സാറേ? വന്നോളൂ. ഇടയ്ക്ക് ബ്രേക്ക് വരും. കാര്യം ഇത്രയൊക്കെ അറിയാമെങ്കിലും ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയാണെന്ന് അറിയത്തില്ല. പീറ്റർ സാർ എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടോ? സാറിന്റെ ബ്രേക്ക് ആയിരുന്നു. ഹലോ. മിക്കവാറും എല്ലാ പോയിന്റ്സും തന്നെ സാർ കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ച പല കാര്യങ്ങളും ഇതിനകത്ത് വന്നു കഴിഞ്ഞു. നല്ല ഫുള്ളി കവേർഡായി. സാർ, ഈ ഇന്ത്യൻ കമ്പനീസ് ആക്ട് എന്ന് പറയുന്നത് അത് ശരിക്കും മറ്റ് ഇന്ത്യയിലുള്ള മറ്റ് ഇൻഡസ്ട്രിയൽ ബേസ് ഉള്ള കമ്പനികൾക്കും വരുന്നതാണ്, അത് വേറെയാണ്? അതിനെക്കുറിച്ചുള്ള അറിയാം പീറ്റർ സാറിന് അറിയാമോ? ഹലോ. അത് മറ്റ് കമ്പനികൾക്കും ബാധകമാണ്. എല്ലാ കമ്പനികൾക്കും.
ബാധകമാണ്. അതുപോലെ ബാങ്കിങ്ങും അതിൽ പെടുത്തിയിരിക്കുകയാണ്. കമ്പനീസ് ആക്ട് പ്രകാരമാണ് ബാങ്ക് ലൈസൻസിനെ രജിസ്റ്റർ ചെയ്യുന്നത്. ദേ ആർ അണ്ടർ കമ്പനീസ് ആക്ട്. ഷെയർ ഹോൾഡേഴ്സ് ഇതെല്ലാം വരുന്നത് കൊണ്ട് കമ്പനീസ് ആക്ടിൽ തന്നെ വരും. ഓക്കെ ഓക്കെ. ഓക്കെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. സാറ് തെറ്റുമെല്ലാം പോയതായിരിക്കും. ട്രഷറിയിൽ ഇതെല്ലാം ഉണ്ടെങ്കിലും അത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമല്ല ട്രഷറി പ്രവർത്തിക്കുന്നത്. ഓക്കെ. അപ്പൊ പിന്നെ ബാങ്കിന്റെ റൂളുകളൊന്നും അല്ല. ശരിക്കും സ്റ്റേറ്റ് ഗവൺമെന്റ് നേരിട്ടാണ്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ബാങ്ക് ആണല്ലോ ട്രഷറി. മാഡം, അപ്പോ ട്രഷറിയില് SB അക്കൗണ്ടിന് ചെക്ക് ബുക്ക് ഉണ്ട്, പാസ്ബുക്ക് ഉണ്ട്. അതെ. അപ്പൊ ഈ ചെക്സ് അണ്ടർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് ആണ്. ചെക്ക് അതുപോലെ എൻഡോഴ്സ്മെന്റില് ചെയ്യാമോ? തേർഡ് പാർട്ടിക്കൊക്കെ ചെക്ക് ഇഷ്യൂ ആവോ? ഞങ്ങൾ ഓർ ബിയറർ ഉണ്ട് അതില്. ഓർ ബെയറർ ഉണ്ടെങ്കിൽ ഒരു ബെയറർ കൊണ്ടുവരുന്നു, അത് നെഗോഷ്യബിൾ ആണല്ലോ. ആ ബെയർക്കല്ലാതെ വേറെ ആർക്കെങ്കിലും കൊടുക്കാമോ? ആ ബെയർ എൻഡോഴ്സ് ചെയ്താൽ സിഗ്നേച്ചർ അറ്റസ്റ്റ് ചെയ്യുകയൊക്കെ വേണം വേറൊരാൾക്ക് കൊടുക്കണമെങ്കിൽ. ചെക്കിന്റെ പുറത്ത് അറ്റസ്റ്റേഷൻ മേടിച്ചിട്ട് വേണം കൊടുക്കാൻ. അല്ല, അപ്പൊ അങ്ങനെ ഒരു ബെയറുടെ സിഗ്നേച്ചർ എങ്ങനെ പിന്നെ ട്രഷറിക്കാരൻ അറിയും? ട്രഷറി ഓഫീസേഴ്സ് അറിയും? ഈ ചെക്കിന്റെ ഉടമ തന്നെയാണ് ഇന്നയാളെ നമ്മൾ കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ അത് പിന്നെ അതിന്റെ ബേസിൽ എൻഡോഴ്സ് ചെയ്യാം. അതെ, അങ്ങനെ കൊടുക്കും. അല്ലെങ്കിൽ പിന്നെ ട്രാൻസ്ഫർ ക്രെഡിറ്റ് ചെയ്ത് ആ പുള്ളിയുടെ അക്കൗണ്ടിലേക്ക് ബൈ TC, അതായത് ട്രാൻസ്ഫർ ക്രെഡിറ്റ് ചെയ്യുമെന്ന് എഴുതി ഒപ്പിട്ട് തരണം. അങ്ങനെയാണ് നമ്മൾ ആ ചെക്ക് കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ ചെക്ക് ബുക്കിനും പാസ്ബുക്കിനും ഒന്നും പൈസ വാങ്ങുന്നില്ല. എത്ര പ്രാവശ്യം വേണേലും ട്രാൻസാക്ഷൻ നടത്താം. ഇൻട്രസ്റ്റ് കൂടുതലുണ്ട്. ഇതൊക്കെ സർക്കാരിന്റെ ഒരു രീതിയിലാ പോകുന്നത്. സർക്കാർ ജോലിക്കാർക്ക് നൽകുന്ന ഒരു അഡീഷണൽ പ്രിവിലേജ് ആണ് അല്ലേ മാം? പബ്ലിക് അല്ലല്ലോ, അതുകൊണ്ടായിരിക്കും. പബ്ലിക്കിനുണ്ട്. പബ്ലിക്കിന് ഇവിടെ അക്കൗണ്ട് എടുക്കാമല്ലോ. പബ്ലിക്കിനും അക്കൗണ്ട് എടുക്കാം, പബ്ലിക്കിന് FD ഇടാം. ശരി. എല്ലാവർക്കും ചെയ്യാം. ഒരു ക്ലാരിഫിക്കേഷൻ ചോദിക്കട്ടെ. നമ്മള് പബ്ലിക് ഫണ്ട്സ് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു, ട്രഷറി ബാൻ വരുമ്പോൾ ഈ ഡെപ്പോസിറ്റിനെ ബാധിക്കുമോ? ഒരിക്കലും ഇല്ല. കാരണം ഈ ബാൻ എന്നൊക്കെ പറയുന്നത് ഇത് സർക്കാരിന്റെ ബാങ്കാണ്, സർക്കാരിന്റെ പൈസയാണ്. നമ്മൾ ഈ മാർച്ചൊക്കെ വരുമ്പോഴേ നമുക്ക് കാണാമല്ലോ റോഡില് ടാറ് പണി, അങ്ങനെ PWDക്ക് കൊടുക്കുന്ന ചെക്കുകള്, മറ്റ് ഒത്തിരി സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന ചെക്കുകളൊക്കെ ഉണ്ട്. അതിനൊക്കെയാണ് ഈ ബാൻ ബാധകമാകുന്നത്. നമ്മളുടെ ഔട്ട് ഫ്ലോയിങ്ങിനാണ് ഈ ബാന്. അല്ലാതെ പേഴ്സണൽ അക്കൗണ്ടിൽ ഇത് ഒരിക്കലും ബാധിക്കാറില്ല. അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. പൊതുജനത്തിന്റെ ഒരു ധാരണയാണ് ട്രഷറി പൂട്ടി എന്നൊക്കെ പറയുമ്പം അവരുടെ പൈസ എല്ലാം പോയി എന്നൊക്കെ ഒരു ധാരണയാണ്. ഒരിക്കലും നമ്മുടെ ഇൻഡിവിജ്വൽ സേവിങ്സ് ബാങ്ക്, അത് ഈ മറ്റുള്ളവർക്കൊക്കെ പബ്ലിക് അക്കൗണ്ട് വേറെ ഉണ്ട്, TPA എന്ന് പറയും. ആ പബ്ലിക് അക്കൗണ്ട് ഉണ്ട്. പിന്നെ ഈ ഓരോ സ്ഥാപനങ്ങളൊക്കെ ചിട്ടി നടത്തുന്നത് അതിനൊക്കെ സെക്യൂരിറ്റി അക്കൗണ്ട് ഉണ്ട്, TSA എന്ന് പറയും. അത് അങ്ങനെയുള്ള അക്കൗണ്ടുകളൊക്കെ പിന്നെ വേറെ റൂളാണ്. പക്ഷെ ഇൻഡിവിജ്വലിന് അക്കൗണ്ട് ഉണ്ട്, TSB, SB. അത് ആർക്ക് വേണേലും ചേരാം. പൊതുജനങ്ങൾക്ക് ഇൻട്രസ്റ്റ് കൂടുതലുണ്ട്. ഇൻട്രസ്റ്റ് എപ്പോഴും ട്രഷറി കൂടുതലുണ്ട്. പബ്ലിക്കിന് ചേരാം, RDയിലോ FDയിലോ ആർക്ക് വേണേലും ചേരാം. ഇപ്പോഴും FDക്ക് ഈ ജനുവരി 31 തൊട്ട് ഇൻട്രസ്റ്റ് കുറച്ചു. അല്ലെങ്കിൽ 8.5% ഉണ്ടായിരുന്നു, ഇപ്പം 7.5% ഉണ്ട്.
FD-ക്ക്, ഫിക്സഡ് ഡെപ്പോസിറ്റിന് ഈ 10 ട്രഷറിയിൽ വർഷം വരെ മാഡം ഡെപ്പോസിറ്റ് ചെയ്യും. ശരി മാഡം, ട്രഷറിയിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ആൾക്കാരുണ്ടല്ലോ, സംസ്ഥാന ജീവനക്കാർ, ഉണ്ട്. അവർക്ക് ഈ ATM സ്കീമിലേക്ക് മാറാൻ ട്രഷറി പെർമിഷൻ കൊടുക്കാറുണ്ടോ? കൊടുക്കൂ? ഇപ്പോൾ ATM-ൽ കൂടെ എടുക്കാം. എങ്ങനെയാണെന്ന് വെച്ചാല് ശമ്പളം വാങ്ങുന്ന ആൾക്കാരെന്നല്ല സാറേ, എല്ലാ സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളും ട്രഷറിയിൽ നിന്നാണ് ശമ്പളം വാങ്ങുന്നത്. എല്ലാവർക്കും സ്പാർക്ക് മുഖേനയാണ് ഇപ്പോൾ ശമ്പളം കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ട്രഷറിയിലെ അക്കൗണ്ടിലും പൈസ ഇടാം, ബാങ്കിലെ അക്കൗണ്ടിലേക്കും ട്രഷറിയിൽ നിന്ന് തന്നെ അക്കൗണ്ടിലേക്കും പൈസ ഇടും. ഇനി ട്രഷറിയിലെ അക്കൗണ്ടിൽ പൈസ ഉള്ളവർക്ക് വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് SBI-യിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കിലേക്ക് മാറ്റാം. സ്വയം ചെയ്യാം, മറ്റ് ബാങ്കുകളിൽ ചെയ്യുന്നത് പോലെ ചെയ്യാം. എന്നിട്ട് അവിടെ നിന്ന് ATM-ൽ കൂടെ എടുക്കാം. ട്രഷറിയിലെ പൈസ നേരിട്ട് ATM-ൽ കൂടെ എടുക്കാൻ പറ്റില്ല. ട്രാൻസ്ഫർ ചെയ്യാം, SBI-യിലേക്കോ മറ്റ് ബാങ്കുകളിലേക്കോ ട്രാൻസ്ഫർ ചെയ്യാം, തിരിച്ചു പറ്റിയ. കാരണം ട്രഷറി ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്, മറ്റ് നാഷണലൈസ്ഡ് ബാങ്ക് പ്രവർത്തിക്കുന്ന ആ റൂൾ അനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്. മാത്രമല്ല ട്രഷറിക്ക് ക്ലിയറൻസ് ഇല്ല. ക്ലിയറൻസ് ഇല്ലാത്തത് കൊണ്ടും ട്രഷറിയിൽ നിന്ന് ATM വഴി കിട്ടത്തില്ല. ട്രഷറിയിലെ പൈസ വീട്ടിലിരുന്നും നമുക്ക് നെറ്റ് ബാങ്കിങ്ങിൽ കൂടി SBI-യിലേക്കോ മറ്റ് ബാങ്കുകളിലേക്കോ ട്രാൻസ്ഫർ ചെയ്യാം, നമുക്ക് തന്നെ ചെയ്യാം. അവിടെ നിന്ന് പിന്നെ ATM-ൽ നിന്ന് എടുക്കാമല്ലോ. അങ്ങനെ പറ്റൂ. പിന്നെ ട്രഷറിയിലെ ഫിക്സഡ് ഡെപ്പോസിറ്റിന് ഇപ്പൊ 7.5% പലിശയുണ്ട്. 10 വർഷം വരെ. ഇപ്പൊ നേരത്തെ എത്ര വർഷം വേണേലും ഇടായിരുന്നു, ഇപ്പം 10 വർഷമായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട്. SB-ക്ക് 4% ഇൻട്രസ്റ്റ് ആയിട്ട് കുറച്ചിട്ടുണ്ട്. SB-യിൽ നേരത്തെ 5 ആയിരുന്നു, ഇപ്പം അത് 4 ആക്കി കുറച്ചിട്ടുണ്ട്. സാധാരണ SBI-ന്റെ റൂൾ അതുപോലെയാണോ? SBI-യിലെ ഇൻട്രസ്റ്റ് റേറ്റിന് അതുമായിട്ട് ഒരു ബന്ധമില്ല. ഞങ്ങൾ ഒരു ബാങ്കുമായിട്ടും ബന്ധമില്ല. അത് നേരിട്ട് സർക്കാരിന്റെയാണ്, കേരള സർക്കാരിന്റെയാണ്. അതുകൊണ്ട് തന്നെ 100% എല്ലാത്തിനും ഉറപ്പുള്ളതാണ്. ഇവിടെ ഇടുന്ന പൈസയ്ക്കും ഒക്കെ ഉറപ്പുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ കേരള ബാങ്കിലെ ഇൻട്രസ്റ്റ് റേറ്റും ട്രഷറിയിലെ ഇൻട്രസ്റ്റ് റേറ്റും ഒന്നാണ്. കേരള ബാങ്കോ കോപ്പറേറ്റീവ് ബാങ്കോ ആയിട്ടൊന്നും യാതൊരു ബന്ധമില്ല. ഇത് പ്യുവർ ഗവൺമെന്റ് ബാങ്കാണ്. കോപ്പറേറ്റീവ് ബാങ്കുമായിട്ടോ കേരള ബാങ്കുമായിട്ടോ ഒന്നും ഒരു ബന്ധവുമില്ല. അവരുടെ ആക്ട് അനുസരിച്ചുമല്ല. അത് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ അവരുടെ കാര്യങ്ങൾക്ക്. കോപ്പറേറ്റീവ് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. നമുക്ക് ഇതൊന്നും അല്ല. നമ്മൾ നേരിട്ട് ധനമന്ത്രിയുടെ കീഴിലാണ്. ഇവിടുന്ന് ലോൺ കൊടുക്കുന്നുമില്ല. ലോൺ കിട്ടില്ല. ലോൺ ഇല്ല, ലോൺ പരിപാടി ഇല്ല. ഇന്ത്യയില് സേവിങ്സ് ബാങ്ക് ഉള്ള ഒരു സ്റ്റേറ്റ് കേരളം മാത്രമാണ്. മറ്റ് സ്റ്റേറ്റുകളിൽ ഒന്നും തന്നെ ട്രഷറികളിൽ സേവിങ്സ് ബാങ്ക് സംവിധാനം ഇല്ല. കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് ട്രഷറി ചെന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെ? എമൗണ്ട് എടുക്കാനൊക്കെ നമ്മൾ അവിടെ പോകണം. മറ്റേ ATM അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒന്നും ഇല്ലല്ലോ. അതിങ്ങനെ ചെയ്യാം, ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമുക്ക് നെറ്റ് വഴി ട്രാൻസ്ഫർ ചെയ്തിട്ട് ബാങ്കിൽ നിന്ന് എടുക്കാം, ATM വഴി എടുക്കാം. ഓൺലൈനിൽ കൂടെ നമുക്ക് ട്രഷറി അക്കൗണ്ട് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെന്താ, FD-യും ചെയ്യാം. പക്ഷെ FD ക്ലോസ് ചെയ്യാൻ ട്രഷറി ചെല്ലണം. എല്ലാ മാസവും FD-ന്ന് പലിശ SB-യിലേക്ക് വരും. ഏറ്റവും കൂടുതൽ പലിശ എന്നെന്നും ട്രഷറിയിലായിരുന്നു, ഇപ്പോഴും അതെ. മാഡം, FD-ക്ക് ഇൻട്രസ്റ്റ് മന്ത്ലി കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. നമ്മൾ മന്ത്ലി വാങ്ങിക്കാതെ ഡ്യൂ ഡേറ്റിന് മതി എന്ന് പറയുകയാണെങ്കിൽ കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് കൊടുക്കുമോ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇല്ല, ഫ്ലാറ്റ് റേറ്റേ ഉള്ളൂ. അത് ബാങ്കുകളിലും ഇല്ലെന്ന് തോന്നുന്നു അല്ലെ? ബാങ്കുകളിലും കോമ്പൗണ്ട്, ചില അക്കൗണ്ടിനുണ്ട് കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് ഉണ്ട്. കോമ്പൗണ്ടിങ് ഉണ്ട്. ഇൻട്രസ്റ്റ് പീരിയോഡിക്കലി വാങ്ങിയില്ലെങ്കിൽ കോമ്പൗണ്ടിങ് ഉണ്ട്. നമ്മള് പറഞ്ഞില്ലെങ്കിൽ മാഡം ട്രഷറി പറയുന്നില്ലെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണോ വരുന്നത് ബാങ്കുകൾ? 2 അക്കൗണ്ട് ഉണ്ടെന്നാണ് എന്റെ അറിവ് അവിടെ. അതെ.
നമ്മള് പ്രത്യേകം പറയുന്നില്ലെങ്കിൽ അവര് തരും. ആപ്ലിക്കേഷനിൽ ചോദിക്കും. ഓ, പ്രത്യേകം ശരി. പറയുന്നില്ലെങ്കിൽ കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് തരും. അതല്ല തരും. മന്ത്ലി വേണം, ക്വാർട്ടർലി വേണം, നമ്മൾ എഴുതി കൊടുക്കുകയാണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരിക്കും. ഓക്കെ. ട്രഷറിയിൽ സിമ്പിൾ ഇൻട്രസ്റ്റേ ഉള്ളൂ, ഫ്ലാറ്റ് റേറ്റേ ഉള്ളൂ. പിന്നെ സാർ അൺമ്യൂട്ട് ആയി പോയി. ട്രഷറി സാബു സാർ എന്താ പ്രീമച്യൂർ ചോദിച്ചത്? ക്ലോസിംഗ് അനുവദിക്കുമോ? ബാങ്കുകൾ അനുവദിക്കാറുണ്ട്. ഇവിടെ പ്രീമച്വർ ക്ലോസിംഗ് ഉണ്ട്. പ്രീമച്വർ ക്ലോസിംഗ് അനുവദിക്കുന്നതിന് എന്താ തകരാറ്? അതുണ്ട്, ഉണ്ട്. മാത്രമല്ല വേറൊരു ഫെസിലിറ്റി ഉണ്ട്. വേറൊരു ഫെസിലിറ്റി നോർമൽ ഇൻട്രസ്റ്റ്, പക്ഷെ പ്രീമച്വർ ക്ലോഷർ ആകുമ്പോൾ 1% പിന്നെ പെനാൽറ്റി ഈടാക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ ബാങ്ക്സിലും ഉണ്ട് പെനാൽറ്റി. ബാങ്കിലും ഉണ്ട്. ഉണ്ട്. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത, ലോൺ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ലോൺ ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു 10 ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടു. പക്ഷെ കുറച്ച് നാള് ഒരു 3 വർഷത്തേക്കാണ് ഇട്ടത്. പക്ഷെ നമുക്കിപ്പോ ഒരു കൊല്ലം കഴിഞ്ഞപ്പോ ഒരു 5 ലക്ഷം രൂപയുടെ ആവശ്യം വന്നു എങ്കില് പാർട്ട് പേയ്മെന്റ് എന്നും പറഞ്ഞ് നമുക്ക് അതിൽ നിന്ന് 5 ലക്ഷം എടുക്കാം. ആ 5 ലക്ഷത്തിന് പിന്നെ അതുവരെ കിടന്നതിന്റെ റേറ്റ് കിട്ടുകയുള്ളന്നേ ഉള്ളൂ. 5 ലക്ഷം പാർട്ട് പേയ്മെന്റ് ഉണ്ട്. 5 ലക്ഷം എന്നല്ല, നമുക്ക് പാർട്ട് പേയ്മെന്റ് എടുക്കാം. നമ്മുടെ FDയിൽ നിന്ന് എപ്പോ വേണമെങ്കിലും പാർട്ടായിട്ട് പിൻവലിക്കാം. ജോയിന്റ് അക്കൗണ്ട് പറ്റുമോ? FD പറ്റുമല്ലോ. ഐദർ ഓർ സർവൈവറും പറ്റും, ജോയിന്റ് അക്കൗണ്ടും പറ്റും. ജോയിന്റ് അക്കൗണ്ട് ഇടുകയാണെങ്കിൽ 2 പേരും ഒപ്പിടേണ്ടി വരുമെന്നേ ഉള്ളൂ. ഐദർ ഓർ സർവൈവർ ആണെങ്കിൽ ഒരാൾ ഒപ്പിട്ടാലും എടുക്കുമെങ്കിലും ക്ലോസ് ചെയ്യാൻ നേരത്തെ 2 പേരുടെയും ഒപ്പ് വേണം. അഥവാ ഒരാള് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ തെളിവും എല്ലാം ഹാജരാക്കേണ്ടി വരും എന്ന്. കുറച്ച് റൂൾസ് ഒക്കെ എപ്പോഴും കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആണ് എന്നേ ഉള്ളൂ. പണം പിൻവലിക്കുന്നതിന് പകരം അത് ആവശ്യമുള്ള പൈസ, എന്തെങ്കിലും പൈസ ആവശ്യമുണ്ടെങ്കിൽ FD ലോൺ ആക്കി എടുക്കാൻ പറ്റില്ലേ? ലോൺ പരിപാടി ഇല്ല സാറേ. പാർട്ട് പേയ്മെന്റ് അതുമില്ല. പാർട്ട് പേയ്മെന്റ് ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ. പാർട്ട് പേയ്മെന്റേ ഉള്ളൂ, ലോൺ ഇല്ല. ഇല്ല, പലപ്പോഴും ട്രഷറിയെ പറ്റി ആർക്കും അറിഞ്ഞുകൂടാ. പാർട്ട് പേയ്മെന്റ് എന്ന് പറയുമ്പോൾ മാം അത് പകുതി പിൻവലിക്കാമെന്നോ? ഇപ്പൊ 2 ലക്ഷം രൂപ 1 ലക്ഷം രൂപ പിൻവലിക്കാമെന്നുള്ളതാണ്. എത്ര വേണേലും പിൻവലിക്കാം. പക്ഷെ 2 പ്രാവശ്യമേ അത് ഇപ്പം പുതുക്കിയ റൂളാ. 2 പ്രാവശ്യമേ പിൻവലിക്കാൻ പാടുള്ളൂ എന്നുണ്ട്. പണ്ടൊക്കെ എത്ര തവണ വേണേലും പിൻവലിക്കാമായിരുന്നു, എത്ര തുക വേണേലും. അതിനൊന്നും ഒരു റെസ്ട്രിക്ഷൻ ഇല്ലായിരുന്നു. ഇപ്പം 2 പ്രാവശ്യം ഒന്ന് ചുരുക്കിയിട്ടുണ്ട്. അത് ഈ അടുത്ത കാലത്ത്. തോമസ് സാർ വിളിച്ചായിരുന്നു. സാറിന്റെ അവിടെ എന്തോ കണക്ഷന് പ്രോബ്ലം ഉണ്ട്. അപ്പൊ സാർ ഇന്ന് നമുക്ക് 7 തരത്തിലുള്ള ലോസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. ഒന്ന് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 പിന്നെ അത് തന്നെ ജമ്മു കാശ്മീരിന്റെ ആ പരിധി ഒഴിച്ച്, അല്ലെങ്കിൽ അവരൊഴിച്ച 1956 അത് വരുന്നതിന് മുമ്പ് എല്ലാ ബാങ്കുകളെയും കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള പിന്നെ റിസർവ് ബാങ്കിന്റെ അധികാരങ്ങളെ കൃത്യമായിട്ട് വിവേചിക്കുന്ന തരത്തില് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 1934 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുണ്ടായിരുന്ന ആക്ടാണ്. സെക്ഷൻ നമ്പർ 77, 17, 18, നമ്പർ 26 എന്നുള്ള പ്രകാരങ്ങളിൽ വളരെ ക്രിയാത്മകമായ 26 സെക്ഷൻ 26 നോട്ടിന്റെ കറൻസിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1981 ബന്ധപ്പെട്ട് പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക് ക്രോസ് ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ, ചെക്ക് മടങ്ങിയാലുണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള നിയമങ്ങൾ, പ്രത്യേകിച്ച് ഫണ്ടില്ലാതെ ഇപ്പോൾ ചെക്ക് ഇഷ്യൂ ചെയ്യാൻ പാടില്ല, അത് ക്രിമിനൽ ഒഫൻസ് ആണ് തുടങ്ങിയ കാര്യങ്ങൾ. അതുപോലെ ഡിജിറ്റൽ ചെക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നെഗോഷ്യബിൾ ആക്ട് പ്രകാരമാണ്. അതനുസരിച്ചാണ് അവധികളൊക്കെ ഡിക്ലെയർ ചെയ്യുന്നത്. പിന്നെ വരുന്ന ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 എഗ്രിമെന്റുകൾ, 2 വ്യക്തികൾ തമ്മിലുള്ള എഗ്രിമെന്റുകൾ, ലോണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ വരുന്ന മെജോറിറ്റി മേജർ ആകുമ്പോൾ മെജോറിറ്റി ആക്ട് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മേജർ ആകാൻ ഉള്ള കാര്യങ്ങൾ, 18 വയസ്സാകണം, ഇന്ത്യൻ സിറ്റിസൺ ആകണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ വരുന്ന ഇന്ത്യൻ കമ്പനി ആക്ട് 1956 എല്ലാ ബാങ്കുകളും അതുപോലുള്ള എല്ലാ കമ്പനികളുമായിട്ട് ബന്ധപ്പെടുന്ന വരുന്ന ഇന്ത്യൻ കമ്പനി ആക്ട്. 7ാമത്തെ ആക്ട് മണി ലോണ്ടറിങ് ആക്ട്, പ്രിവെന്റിങ് മണി ലോണ്ടറിങ് ആയിട്ടുള്ള ബന്ധപ്പെടുന്ന ടെററിസ്റ്റ് ആക്ടിവിറ്റീസിലൂടെ
മണി ലോണ്ടറിങ് സംഭവിക്കുന്നുണ്ടോ അങ്ങനെയുള്ള. പിന്നെ വരുന്നത് GSTA ബേസിലുള്ള GST ആക്ട്. പിന്നെ അവസാനമായിട്ട് പറഞ്ഞ ഇൻകം ടാക്സ് ആക്ട് ആണ്. സർ ജെയിംസ് വിൽസൺ 1860 യുടെ കാലഘട്ടങ്ങളിൽ ഉണ്ടാക്കിയ ഒരു ആക്ട് ആണ്. അത് ഇന്ത്യയിലേക്ക് വീണ്ടും സ്വാതന്ത്ര്യ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ 1962 അത് നടപ്പിലാക്കിയത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഫോം 60, 61, അതുപോലെ തന്നെ 15G, 15H, 80C, അതുപോലെ NRIക്ക് ടാക്സുകളില്ല. അങ്ങനെയുള്ളവർക്ക് ഇന്ത്യയിൽ വരുമാനമുണ്ടെങ്കിൽ NRO, നോൺ റെസിഡന്റ് ഓർഡിനറി അക്കൗണ്ടിൽ കൂടെ മാത്രമേ അത് കണക്കിൽ വരുത്താമോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പാൻ കാർഡ് ലിങ്ക് ചെയ്യുന്നതിന്റെ പ്രത്യേകത, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സാർ എന്താ പറഞ്ഞ് മനസ്സിലാക്കി. തുടർന്നും ഇതുപോലെ 4-5 ആക്ടിലൂടെ ഉണ്ട്. അടുത്ത ദിവസം സാർ എടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സാറിനും പ്രത്യേകിച്ച് നമുക്കെല്ലാം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ആണെങ്കിൽ ക്ലിയർ ചെയ്യാം. സാബു സാറേ ഇപ്പം പറഞ്ഞോളൂ സാർ. സാബു സാറേ ഇപ്പം ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നതിനെ പറ്റിയുള്ള ഒരു കാലഘട്ടമാണല്ലോ നമ്മളിപ്പം. അത് നമ്മള് ഒരു ക്ലാസ് പറഞ്ഞു ഫയൽ ചെയ്യാൻ റിട്ടേൺ സമർപ്പിക്കാനുള്ളത്. അപ്പൊ അതിനെപ്പറ്റി ഒരു ക്ലാസ് എടുക്കാവുന്ന പറയുന്നുണ്ട്. അത് ബൈജു ഭാസ്കർ പുള്ളി പറഞ്ഞിട്ടുണ്ട് ഒരു ക്ലാസ് എടുക്കാൻ പറഞ്ഞു. പുള്ളി സ്വല്പം തിരക്കിലായതുകൊണ്ടാണ് ഇടയ്ക്കുന്നത്. നമുക്ക് അതിനെ കുറിച്ച് പറഞ്ഞ് ശരിയാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും ബാലകൃഷ്ണൻ സാർ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ? സാറിന്റെ ഫോണിൽ നിന്ന് ഇങ്ങനെ ഡിസ്റ്റർബൻസ് ഉണ്ടോ? ചില അവിടെ റേഞ്ചിന് ഒരു പ്രോബ്ലം ഉണ്ട്. സംസാരം അത്ര ക്ലിയർ ആണ്. രാധാദേവി മാതിരി കുട്ടികളൊക്കെ പോയോ? വീട്ടിലുണ്ടോ അതോ തിരക്കൊക്കെ മാറിയോ? കുട്ടികളൊക്കെ പോയി. അപ്പൊ ക്ലാസ് ഒക്കെ എടുത്ത് തുടങ്ങാറായി അല്ലേ? അതെ അതെ. അതാണ് കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടത്. ഞാൻ മിക്കവാറും 2-3 ദിവസം എല്ലാ ക്ലാസ്സുകളിലും കാണും. കുറെ നാൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതാണ്, അന്നേരം എനിക്ക് ഒരു തരത്തിലും ഇങ്ങോട്ടൊന്നും നോക്കാൻ പോലും പറ്റിയില്ല.